Greetings to all our learners. Today, BPAS 184, Logistic Management. I'll be taking Unit 12 and 13. Once again, taking BPAS 184, Logistic Management, Unit 12 and 13. You are having 13 ചാപ്റ്ററാണ് നിങ്ങളുടെ ഇതിൽ BPAS 184 അതിൽ 12ഉം 13ഉം ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നോ യൂണിറ്റ് 12 ഔട്ട്സോഴ്സിങ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇഷ്യൂസ്. നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ മാനേജ്മെന്റിന് പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്. അപ്പം നിങ്ങൾക്കറിയാലോ, എല്ലാം നമ്മുടെ IT ആയിക്കോട്ടെ, എന്താണ് ഔട്ട്സോഴ്സിംഗ് ആണ്. നോട്ട് ഓൺലി IT, എവറി വേർ ഔട്ട്സോഴ്സിംഗ് is taking place and logistics management. Okay, here outsource logistic management ne pattiyana parayunnathu. Outsourcing logistic management, contract life cycle idu subtopic aanu, detail aayittu parayum. Contract life cycle management, types of logistic outsourcing, effective logistics outsourcing and issues, adana ee unit le parayunnathu. Now, introduction. ലോജിസ്റ്റിക്സ് അറിയാലോ, സേവനങ്ങളും ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് ഔട്ട്സോഴ്സിംഗ് ഹാസ് അസ്യൂംഡ് ഇമ്പോർട്ടന്റ് ആസ് കമ്പനീസ് ആർ ഡിറൈവിംഗ് ബെനിഫിറ്റ് ത്രൂ ഹൈ ക്വാളിറ്റി ലോജിസ്റ്റിക്സ് സർവീസസ് പ്രൊവൈഡ് ബൈ എ തേർഡ് പാർട്ടി ഓർ ഫോർത്ത് പാർട്ടി. ചിലപ്പോൾ 3-4 ആളുകളിൽ നിന്നായിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് നടത്തണമെന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് മാത്രമല്ല. അപ്പോ ഒന്നത്. രണ്ടാമത്, ത്രൂ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷനിലെ കോമ്പറ്റേറ്റീവ് റേറ്റിലെ ബെസ്റ്റ് ക്വാളിറ്റിയിലെ ആരെല്ലാം സപ്ലൈ ചെയ്യുക, എവിടെ നിന്നെല്ലാം കിട്ടും, അവിടെ നിന്നെല്ലാം നമുക്ക് സെക്കൻഡ് പാർട്ടി ആയിക്കോട്ടെ, തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഫോർത്ത് പാർട്ടി. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് മുഴുവൻ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് മൂന്നാമത്തെ പാർട്ടിയോ രണ്ടാമത്തെ പാർട്ടിയോ നാലാമത്തെ പാർട്ടിയൊക്കെ വേണ്ടി വരും. അതാണ് 3/4 3/4 PL. ഓക്കെ, അതായത് പാർട്ടി ലോജിസ്റ്റിക്സ് PL പറഞ്ഞ. സർവീസ് ക്വാളിറ്റി ബിഗ് സം ഓഫ് ദ മോസ്റ്റ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. സർവീസ് ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, എന്ത് കൊടുത്താലും അതിന്റെ സർവീസ് പ്രൊവൈഡ്. ഒരു TV വിറ്റാൽ അത് സർവീസ് പ്രൊവൈഡ് ചെയ്യണ്ടേ. അതിന് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ, ഫ്രിഡ്ജ് ഞാൻ ഉദാഹരണങ്ങൾ, ഒരു കാറ് വിറ്റാൽ അതിന് സർവീസ് ചെയ്യണ്ടേ. അപ്പോ അത് ചെയ്തിട്ടില്ലെങ്കിലോ it will affect the reputation of the company. Okay, so organization adopts several business improvement methodologies. ഓരോരോ കമ്പനി ഓരോരോ മെത്തഡോളജി നമ്മൾ ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോജിസ്റ്റിക് മാനേജ്മെന്റ് നോക്കിക്കോളൂ. ചെറിയ ഉദാഹരണത്തിൽ ഞാൻ പറയാം. മാരുതി കാറ് ഉണ്ടാക്കുന്നത് എന്താണ്? ഈ അസംബ്ലി യൂണിറ്റിലെ എല്ലാ സാധനങ്ങളും വാങ്ങി അസംബിൾ ചെയ്യുന്നു. അത് അവിടെ ഇത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാം അവിടെ ഉണ്ടാക്കുന്നതല്ലല്ലോ. ലൈറ്റ്, നമ്മുടെ സ്റ്റിയറിങ്, ഗിയർ ബോക്സ്, ഇത് ഓരോരോ സാമഗ്രികളും, ടയറ്, ഇതേമാതിരി ഓരോരോ അതിന്റെ കംപ്ലീറ്റ് ബാലൻസിങ്, എവറിഥിങ് ഓൾ connected items, it is supplied by various vendors and being assembled at their site or wherever the plant is. അപ്പൊ പലരും സപ്ലൈ ചെയ്യുന്ന. ഇറ്റ് is supply chain made by competing multiple organization. മനസ്സിലായോ? And not a single company which is central tenant in the field of logistic management. ഒരു കമ്പനി അല്ല ഇതൊന്നും കൊടുക്കുന്നത്. എത്രയോ ആളുകളുടെ സഹായം അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള. അപ്പൊ അതിന് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ മാരുതി ഏതെങ്കിലും ഒരു കാർ എടുത്തോളൂ, അതിന്റെ അവര് അസംബിൾ ചെയ്യുന്നേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പുറമേ നിന്നാണ്. അപ്പോ അത് പക്ഷേ പുറമേ നിന്ന് വാങ്ങുമ്പോൾ അവരുടെ സ്പെസിഫിക്കേഷൻ, അവരുടെ സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കണം. എല്ലാ ബ്രാൻഡ് എല്ലാം അതേ പ്രകാരമായിരിക്കണം. പിന്നെ ഗ്യാരണ്ടി വേണം, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാ കാര്യങ്ങളും വേണം, എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ ഔട്ട്സോഴ്സിംഗ് ഈസ് എ മാനേജ്മെന്റ് വെയർ ബൈ എ ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡർ, ലോജിസ്റ്റിക് LSP പറഞ്ഞ ശ്രദ്ധിക്കുക, ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡർ പെർഫോം സർവീസ് ഫോർ എ കമ്പനി ഫേം ദാറ്റ് കുഡ് ബി പ്രൊവൈഡഡ് ഇൻ. പിന്നെ നമ്മള് ഇൻ ഹൗസിലായിട്ടും ചില സമയത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ലോജിസ്റ്റിക് ഔട്ട്സോഴ്സിങ്, ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു, അതാണ് ഔട്ട്സോഴ്സിങ്. ഈസ് എബൌട്ട് സബ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിൻ കോൺട്രാക്ട് ഉണ്ട്, ഓരോരോ ചെറിയ കാര്യത്തിന് വേണ്ടി സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അത് ചില മെയിൻ കോൺട്രാക്ട് ഞാൻ പറയട്ടെ, നോക്കോളൂ. എങ്ങനെയാ സബ് കോൺട്രാക്ട്?
നോക്കൂ, ടേക്ക് നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഞാനും അവിടെ ഒരു കൺസൾട്ടൻ്റ് ആണ് അവിടെ. അതുകൊണ്ട് പറയാവുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞോളൂ, നോക്കിക്കോളൂ. Kannur International Airport is a state shares held by Kerala State Public Sector Undertaking and private owners. Okay, like Yusuf Ali. നോക്കിക്കോളൂ അവിടെ. അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ KIAL കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അവര് പ്രിൻസിപ്പൽ എംപ്ലോയർ, അവരത് ലാസൻ ഡൂബ്രോന് കൊടുത്തു. മെയിൻ റൺവേ ഉണ്ടാക്കല്, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതില്, ഗ്രീൻ എയർപോർട്ട് ഉണ്ടാക്കുന്നതിന് എല്ലാം കൂടി റാസൻ ഡ്യൂബ്രോന് LNTക്ക് കൊടുത്തു. LNT ഇലക്ട്രിഫിക്കേഷൻ ഒരാൾക്ക് കൊടുത്തു, എയർ കണ്ടീഷനിന് വേണ്ടി വേറെ ആൾക്ക് കൊടുത്തു, സെക്യൂരിറ്റി ഇതിന് വേറെ ആൾക്ക് കൊടുത്തു. നമുക്ക് കണ്ടോ, സബ് കോൺട്രാക്ടർ വേറെ ആൾക്ക് കൊടുക്കുന്നതാണ് സബ് കോൺട്രാക്ടർ. സോ ലൈക്ക് അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ. ഒരു കാര്യം, ആര് കോൺട്രാക്ട് എടുത്തോ അണ്ടർസ്റ്റാൻഡിങ് വേണം, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ഓൺ ദ part of both the use and provider is the major cause of difficulty and failure in logistic outsourcing. അപ്പൊ ഔട്ട്സോഴ്സ് നമ്മൾ ആലോചിക്കണം, മറ്റുള്ള കമ്പനിക്ക് നമ്മൾ സപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ അവർ പ്രോപ്പറായി സപ്ലൈ ചെയ്യുക, മെറ്റീരിയൽ നല്ലതാണോ, റിലേഷൻ നല്ലതാണോ, പൈസ ഉള്ള പാർട്ടിയാണോ, പൈസ വേണ്ടേ, നിങ്ങൾ ഓർഡർ കൊടുത്ത് അവർക്ക് ഉണ്ടാക്കാൻ കാശ് വേണ്ടേ, ചിലപ്പോൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പോട്ടെ, അണ്ടർസ്റ്റാൻഡിങ് ദിസ് ആസ്പെക്ട് ഷാൽ ബി യൂസ്ഫുൾ ഫോർ ഫെസിലിറ്റേറ്റിംഗ് ഇംപ്രൂവ്ഡ് ലോജിസ്റ്റിക് ഔട്ട്സോഴ്സിംഗ് റിലേഷൻഷിപ്പ്. സക്സസ്ഫുൾ കമ്പനി ജനറലി ഫോക്കസ് ഓൺ എല്ലാ കമ്പനിയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുക, ഈ ചെറിയ കൊച്ചു കാര്യങ്ങൾ നോക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടെ എന്താ ചെയ്യണേ, അവര് മെയിൻ അവരുടെ കമ്പ്യൂട്ടറൈസേഷൻ, ഡിജിറ്റൽ ടെക്നോളജി, മറ്റേതൊക്കെ ഔട്ട്സോഴ്സിങ്, മറ്റുള്ള കമ്പനിയുടെ സർവീസ് ചെയ്യും. പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവര് വേറെ കമ്പനിക്കാണ് കൊടുക്കുന്നത്. HR, പേറോൾ, canteen, security, കോൺട്രാക്ടേഴ്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അതൊക്കെ മറ്റുള്ളവർ. അപ്പൊ അവര് മെയിൻ അവരുടെ ഓപ്പറേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർ ചെയ്യും. അപ്പൊ അവർക്ക് അതിനുള്ള പൈസ ഇതെല്ലാം കൊടുത്താൽ മതി. സോ ഔട്ട്സോഴ്സിംഗ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ദ മെയിൻ ഇഷ്യൂസ് വിത്ത് ഔട്ട്സോഴ്സിംഗ്. എന്തൊക്കെയാണ് ഇഷ്യൂ? പ്രീ ഓക്യുപ്പേഷൻ വിത്ത് കോർ ബിസിനസ് ആൻഡ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചില അനാവശ്യമായിട്ടുള്ള കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ചിലരിപ്പോ നമ്മൾ ഈ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കോമ്പറ്റേറ്റീവ് റേറ്റില് നമുക്ക് നഷ്ടമില്ലാത്ത കാര്യത്തിൽ നമ്മൾ 10 രൂപ വിചാരിച്ചെങ്കിൽ അവർ 5 രൂപ ചെയ്യും ചിലപ്പോ. സോ ആക്സസ് ടു എക്സ്റ്റേണൽ എക്സ്പെർട്ടൈസ്. മാത്രമല്ല ഇത് എക്സ്റ്റേണലി അവരുടെ എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് അറിയാലോ. ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ബാലൻസിങ് ഓഫ്. നോക്കൂ, നമ്മളെ എയർ കണ്ടീഷന്റെ ഇത് നമുക്ക് വോൾട്ടാസ് ആയിക്കോട്ടെ, ടാറ്റയുടെ ഓരോരോ കാര്യങ്ങളായിക്കോട്ടെ, അവരതിന്റെ എക്സ്പെർട്ടാണ്. അപ്പോ അവര് എക്സ്റ്റേണൽ എക്സ്പെർട്ടൈസും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മുടെ മെട്രോ റെയിൽവേ എന്തിനാണ് ഡൽഹി മെട്രോ കോർപ്പറേഷനെ ഡൽഹി DMRC ആശ്രയിക്കുന്നത്? അവര് അതിൻ്റെതായ എക്സ്പെർട്ട് ഇതുണ്ട്. അതാണ് മറ്റുള്ള എക്സ്റ്റേണൽ എക്സ്പെർട്ടൈസ് അത്യാവശ്യമാണ് ചില കാര്യങ്ങളിൽ. മനസ്സിലായില്ലേ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ്, ബാലൻസിങ് ഓപ്പറേഷൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓപ്പറേഷൻ കോസ്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഫ്ലെക്സിബിലിറ്റി, ബിസിനസ് ഓപ്പറേഷന്റെ ഫ്ലെക്സിബിലിറ്റി നമ്മളും ചെയ്യുന്നു, മറ്റുള്ളവരും ചെയ്യുന്നു, നമുക്ക് വേണ്ടി മറ്റുള്ളവരും ചെയ്യുന്നു, അല്ലെ ഓപ്പറേഷൻസ്. അപ്പൊ അതുകൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട്? പൈസ ലാഭിക്കാൻ കുറച്ച്. മാത്രമല്ല ഡൗൺ സൈസിങ് ഓഫ് നമ്മുടെ എംപ്ലോയീസിനെ കമ്മിയാക്കാം. കാരണം അതല്ല അവരല്ലേ ചെയ്യുന്നത്, നമ്മൾ വി ആർ നോട്ട് ബോതേർഡ്. നമ്മുടെ പല കാര്യങ്ങൾ, ഇപ്പൊ HR, പേറോൾ അവരല്ലേ ചെയ്യുന്നത്. നമ്മളൊരു ചെറിയ ഫിക്സഡ് റേറ്റിലാണ് കൊടുക്കും. നേരെ മറിച്ച് നമ്മളെ എംപ്ലോയീസ് വെച്ചാൽ അവർ ഗ്രാറ്റുവിറ്റി കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, ESI കൊടുക്കണം, PF കൊടുക്കണം, എല്ലാം കൊടുക്കണ്ടേ. അപ്പൊ ലേബർ കോസ്റ്റ് റിഡ്യൂസ് ചെയ്തോടെ, ഇൻക്രീസ് എഫിഷ്യൻസി. അവര് നന്നായി ജോലി ചെയ്തില്ലെങ്കിൽ അവർ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യും. അപ്പൊ എഫിഷ്യൻസി അവരുണ്ടാവും. ഫോക്കസ് ഓൺ സ്ട്രാറ്റജി. അപ്പൊ നമുക്ക് നമ്മുടേതായ മെയിൻ ഇതില് നമുക്ക് ശ്രദ്ധിക്കാം. അടുത്തത് ഗെയിനിങ് കേപ്പബിലിറ്റി ദാറ്റ് ആർ നോട്ട് ഇന്റേണലി. മറ്റുള്ളവരുടെ കേപ്പബിലിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. എക്സസ് സ്കിൽസ് ഓഫ് ഓർ റിസോഴ്സസ്, ഫ്ലെക്സിബിലിറ്റി ടു മീറ്റ് ചേഞ്ചിങ് ബിസിനസ് ആൻഡ് കമേഴ്സ്. അപ്പോഴേ ചിലപ്പോൾ ഫ്ലെക്സിബിലിറ്റി, നമ്മൾ മറ്റുള്ളവരെ എൻഗേജ് ചെയ്യുമ്പോൾ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പറ്റും, നമ്മുടെ ചാലഞ്ചസ് മീറ്റ് ചെയ്യാനും പറ്റും. കമേഴ്സ്യൽ കണ്ടീഷൻസ് ഇതൊക്കെ നമുക്ക് ഉപയോഗപ്രദമായിട്ട് വരും. ലെസ് ഇൻവെസ്റ്റ്മെന്റ്, അധികം പൈസ വേണ്ടി വരില്ല, കാരണം മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കല്ല നമ്മൾ. ചിലപ്പോ നമ്മൾ അഡ്വാൻസ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, കാരണം ചില കമ്പനിക്കൊക്കെ ചിലപ്പോൾ 50 നമ്മൾ അവരുണ്ടാക്കിയിട്ട് നമ്മൾ വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും?
ഇപ്പോൾ എക്സസ് ടു ഇന്നോവേഷൻ. പിന്നെ അപ്പൊ വേറൊരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് ഇന്നോവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അവരും ചെയ്യണം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ, അതായത് മാരുതിക്ക് വേണ്ടി വന്ന മാരുതിയുടെ പ്രോപ്പർട്ടി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അവർ മെയിൻറ്റെയിൻ ചെയ്യണം. അവർ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്യണം, അവർ നോക്കണം. ബ്രാൻഡ് ആൻഡ് ലീഡർഷിപ്പ് പോസിബിൾ ഈച്ച് ഇൻഫ്ലക്സ് റിസൾട്ടിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ടു ദ ന്യൂ പ്രൊവൈഡർ. അപ്പൊ നിങ്ങളെ അസറ്റ് പുതിയ പ്രൊവൈഡർക്ക് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. റിസ്ക്, ഔട്ട്സോഴ്സിങ് ചില റിസ്ക് ഉണ്ട്. എന്താണ്, ചില സമയത്തെ പറഞ്ഞ സമയത്ത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രൊഡക്ഷൻ അഫക്റ്റ് ചെയ്യില്ലേ? ആളുകളെ, വേണ്ട ആളുകളെ റിക്രൂട്ട് ചെയ്തില്ലെങ്കിൽ അവര്, ക്വാളിറ്റി എൻഷുർ ചെയ്തില്ലെങ്കിൽ അവര്, ലാക്ക് ഓഫ് ബിസിനസ്, ഡൊമൈൻ നോളജ്, വിവരമില്ലെങ്കിൽ ഒരു സാധനം നമ്മൾ ഓർഡർ കൊടുത്തു വിചാരിക്കുക, അവർക്ക് അതിനെപ്പറ്റി അറിയില്ല വിചാരിക്കും, എന്ത് ചെയ്യും? ലാക്ക് ഓഫ് നോക്കൂ, നമ്മുടെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് പാർട്ടി അപ്രോച്ച് ചെയ്യാൻ എന്ത് ചെയ്യും? ഇതേമാതിരി സെൻസിറ്റീവ് സബ്മറൈൻ ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും സബ്മറൈൻ നമ്മുടെ നേവിയുടെ, അവരുടെ ഇത് നോക്കണം, ഡൊമൈൻ നോളേജ് എന്തൊക്കെ നോക്കട്ടെ, അങ്ങനത്തെ പാർട്ടിക്കല്ലേ കൊടുക്കുക. മനസ്സിലായില്ലേ? ഈവൻ നമ്മുടെ ഷിപ്പ്, ഓൾഡ് ഷിപ്പൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രൊഫഷണൽസിനെ കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായില്ല? ഡൊമൈൻ നോളേജ് വേണം ഇതിനെ പറ്റിയിട്ട്. ഒരു ബിൽഡിംഗ് തകർക്കണം വിചാരിക്കുക, അതായത് തകർക്കുക എന്ന് വെച്ചാൽ ബോംബിട്ട് അല്ലെങ്കിൽ ഇതിട്ടിട്ട് അൺഓതറൈസ് പ്ലേസിൽ നമ്മളെ ബിൽഡിംഗ് പണിത്, അതിന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ, പൊല്യൂഷൻ ഒന്നുമില്ലാതെ, ഡസ്റ്റ് മേപ്പെട്ട് വരാതെ ആ 10, 12, 14, 16 നിലയുള്ള ബിൽഡിങ്ങിന് കീപ്പിട്ട് കൊണ്ടുവരണം. അങ്ങനെ ചെയ്തല്ലോ ഡൽഹിയിലൊക്കെ. അപ്പൊ അതിനുള്ള എക്സ്പെർട്ടൈസ് വേണം, ഡൊമൈൻ നോളേജ് വേണം. കാരണം അത് ഇങ്ങനെ ചെരിഞ്ഞാൽ ഇങ്ങോട്ട് വീഴും, അല്ലെങ്കിൽ ഡസ്റ്റിന്റെ ഇത് അത് എത്ര സെന്റിമീറ്റർ വരും, അത് എങ്ങനെയാണ് ഇത് വീഴ്ത്തേണ്ടത്, എങ്ങനെയാണ് ഇത് പൊട്ടിക്കേണ്ടത്, ഇതൊക്കെ അവർക്ക് അറിയണം. നോളജ് വേണം. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നോളജ് ഇല്ലെങ്കിൽ പോയി. ലാക്ക് ഓഫ് കൺട്രോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി, പിന്നെ കൺട്രോളും അക്കൗണ്ടബിലിറ്റിയും അത്യാവശ്യമാണ്. പിന്നെ എ ലോജിസ്റ്റിക് കോൺട്രാക്ട് മൈ ബി യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ ഔട്ട്സോഴ്സിംഗ് ആൻഡ് ദർ ആർ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് carried out in outsourcing. നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ പല ആക്ടിവിറ്റിയും നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ പ്രോബ്ലംസ് അറൈസിംഗ് ഫ്രം ലോജിസ്റ്റിക് കോൺട്രാക്ട്സ് ആർ ലൈക്ക് ദോസ് അറൈസിംഗ് ഫ്രം ഔട്ട്സോഴ്സിംഗ്. അപ്പൊ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അതായത് പറഞ്ഞ മാതിരി ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രശ്നം വരില്ലേ? അത് പക്ഷെ അത് പ്രശ്നം വരുമ്പോൾ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാതിരിക്കാനും പറ്റില്ല. ചില കാര്യങ്ങൾ, മൈനർ കാര്യം. ഇപ്പൊ നമുക്ക് ഞാൻ പറയട്ടെ, ഒരു നമ്മുടെ റെയിൽവേ ടോയ്ലറ്റ് ഉണ്ട്, റെസ്റ്റ് റൂം ഉണ്ട്, ഇതെല്ലാം ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം എന്താ? ഈ ടോയ്ലറ്റ്, ക്ലീനിങ്, റെസ്റ്റ് റൂം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുള്ള ഇരിക്കാനുള്ള സ്ഥലം, അത് ഗവൺമെന്റ് ചെയ്യണ പോലെ കോൺട്രാക്ട് കൊടുത്താൽ പോരെ? ഔട്ട്സോഴ്സിങ് ചെയ്താൽ പോരെ? ക്യാൻറ്റീൻ, ഭക്ഷണം, അതെന്തിനും റെയിൽവേ ഭക്ഷണം കൊടുക്കണം, മറ്റുള്ളവർ കൊടുത്താൽ പോരെ? അവർ സപ്ലൈ ചെയ്യില്ലേ? ഗവൺമെന്റ് പറഞ്ഞ മാതിരി ഇത്ര ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ സപ്ലൈ ചെയ്യലോ, അതല്ലേ ഇപ്പൊ ചെയ്യുന്നത്. മൂത്രപ്പര, അത് ഗവൺമെന്റ് ഓടിക്കണം മൂത്രപ്പര, അതല്ലേ ഇപ്പൊ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നത്. കണ്ടോ? ഇപ്പൊ മനസ്സിലായി? പണ്ട് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു, റെയിൽവേ എല്ലാം ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാം ഓരോരുത്തർക്ക് കൊടുത്ത്, പിന്നെ പാനിറ്ററി, മറ്റേ ബ്ലാങ്ക്, നോക്കൂ, നമ്മളെ AC-യില് കമ്പിളി പണ്ട് റെയിൽവേ കൊടുത്തതാണ്, ഇപ്പൊ അത് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്, നോക്കിയോ? പക്ഷെ റെയിൽവേ പ്രകാരം അവർ ചെയ്യുന്നു. അപ്പൊ മനസ്സിലായി ഔട്ട്സോഴ്സിങ് എന്താന്ന്. ഇനി കോൺട്രാക്ട് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്, കോൺട്രാക്ട് ഇനീഷ്യേഷൻ. എന്താ കോൺട്രാക്ട്? ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അത് ആദ്യം ഇനീഷ്യേറ്റ് എടുക്കുക. അതായത് എത്ര പീരീഡിനാണ്, എത്ര കൊല്ലത്തിനാണ്, എത്ര മാസത്തിനാണ്, അതിന് ഇനീഷ്യേറ്റ് എടുക്കുക. ഏതെല്ലാം പാർട്ടികൾക്കാണ് കൊടുക്കേണ്ടത്, കൊട്ടേഷൻ നമ്മൾ മേടിക്കേണ്ടതൊക്കെ നോക്കണം. അതാണ് ഇനീഷ്യേറ്റീവ്. ആദ്യം നമുക്ക് ഡിമാൻഡ് വേണം വെച്ചാൽ അതനുസരിച്ച് ഇനീഷ്യേറ്റീവ് എടുക്കണം. പഴയത് ഏതെങ്കിലും കമ്പനിയുടെ ഇതിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് പോവാം. കോൺട്രാക്ട് നെഗോഷിയേഷൻ, നമ്മളെ അത് കഴിഞ്ഞിട്ട് ഇത് നെഗോഷിയേറ്റ് ചെയ്യുക. അതിനാണ് നെഗോഷിയേഷൻ സ്കിൽ വേണം. 100 രൂപ പറഞ്ഞാൽ 10 രൂപയ്ക്ക് ആക്കണം നമ്മള്. പക്ഷെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത്. അവര് ചിലപ്പോഴും എന്തിനറിയോ, 100 രൂപ വേണ്ടതിന് 1000 രൂപ പറയും. എന്തായാലേ, പണ്ട് ഈ നോർത്ത് ഇന്ത്യയിൽ ചില കടകളിലുണ്ട്, 600 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം 200 രൂപ കൊടുക്കേണ്ടി വരും. ചില ബനിയൻ, ഇത് സ്വെറ്റർ കിട്ടുന്നതൊക്കെ ഇല്ലേ. അപ്പൊ ഈ നെഗോഷിയേഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ. സോ നെഗോഷിയേഷൻ യു ഷുഡ് ഹാവ് എ നെഗോഷിയേഷൻ സ്കിൽ. കോൺട്രാക്ട് എക്സിക്യൂഷൻ, കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാലം പണിയെന്ന് വെച്ചാൽ ഇത്ര മാസത്തിനുള്ളിൽ വേണം പറഞ്ഞാൽ അത് 2 കൊല്ലം 3 കൊല്ലം നീട്ടാൻ പറ്റുമോ? അപ്പോൾ ഈ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടും. അപ്പൊ ഈ എക്സിക്യൂഷൻ ഈസ് ഓൾസോ വെരി എസെൻഷ്യൽ. പിന്നെ
കോൺട്രാക്ട് പിന്നെ ഒരു കോൺട്രാക്ട് കൊടുത്താൽ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഒരു ദിവസം ഡിലേ ചെയ്താൽ അത്ര നഷ്ടം വരും. കാരണം പറയണത് എന്താന്ന്, ONGCയില് കൊച്ചിയില് കടലിൽ, അറബിക്കടലിൽ എണ്ണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഓരോ നോക്കാൻ വേണ്ടിയിട്ട് വരും. സിംഗപ്പൂരിൽ നിന്നോ മലേഷ്യ എന്നൊക്കെ വന്ന്, അത് ഒരു ദിവസം തന്നെ ഒരു വാടകത്തിന് 1 കോടിയുടെ അടുത്താണ് ഉണ്ടായിരുന്നത്. എന്തോ സംതിങ് സെവറൽ ലാക്സ് ഒരു ദിവസത്തിന്. അപ്പൊ ആ ഡിലേ വന്നാൽ കോൺട്രാക്ട് ഇതിന് വേണ്ടി അത് മിഷനറി അവിടെ ഇത് വരുമ്പോ വാട്ടവർ ഇത് ഡിഗിങ് ഓർ വാട്ടവർ ഇത് മിഷനറി അത് മറ്റുള്ള കൺട്രീസിനായി വരും. അപ്പൊ നമുക്കത് അൺയൂസ് ചെയ്യാതെ അവിടെ ഇടാൻ പറ്റില്ല നമുക്ക്. അപ്പോ സ്റ്റാർട്ടപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യണം ടൈമില്. കോൺട്രാക്ട് ഓപ്പറേഷൻ, കോൺട്രാക്ട് കൺട്രോൾ, കോൺട്രാക്ട് ചേഞ്ചസ്. പിന്നെ കോൺട്രാക്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ചേഞ്ചസ് ചിലത് വരും. എന്താ അറിയോ, ചിലപ്പോൾ ഡിസൈൻ്റെ ചില പാർട്ട് ചിലപ്പോൾ മാറ്റാൻ പെട്ടെന്ന് ഇതാവും. പിന്നെ വേറൊരു ചേഞ്ച് എന്താ അറിയോ, ഗവൺമെന്റ് പുതിയ റെഗുലേഷൻസ് എന്തെങ്കിലും കൊണ്ടുവന്ന് വിചാരിക്കുക, ടാക്സ് ചിലപ്പോൾ മാറ്റങ്ങൾ. അപ്പൊ അത് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യണം. എനി ചേഞ്ചസ് ഇൻ ദ tax structure announced by either the state government or central government will be automatically applied. മനസ്സിലായോ? ഇല്ലെങ്കിൽ കോൺട്രാക്ട് പീരിയഡ് എന്ന് വരെ 10 പൈസ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, കോൺട്രാക്ട് പീരിയഡിൽ എംപ്ലോയീസ് ഉണ്ട് വിചാരിക്കുക, എംപ്ലോയീസിന്റെ വേജസ് ഉണ്ട്, അത് മാറിക്കൊണ്ടിരിക്കും. ഡിയർനെസ് അലവൻസ് ഒക്കെ എവരി ക്വാർട്ടർ. അതിന് പ്രൊവിഷൻ ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങളെ ആ ശമ്പളം കൊടുക്കാൻ പറ്റൂ. ആ ശമ്പളം മുഴുവൻ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കില്ല. ലേറ്റസ്റ്റ് സാലറി, ഡിയർനെസ് അലവൻസ് ഒക്കെ കൊടുക്കണം. അപ്പൊ ഇതിനൊക്കെ നമ്മളെ നിയമാനുസരണം നീങ്ങണം. പിന്നെ ഓബ്ലിഗേഷൻ കംപ്ലൈ ചെയ്യുക, ഓരോരോ കാര്യങ്ങൾ, ഓബ്ലിഗേഷൻ, ഓരോ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്, അതേമാതിരി ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻസ്, മറ്റുള്ള ഗൈഡ് ലൈൻസ്, എൻവയോൺമെന്റൽ ഗൈഡ് ലൈൻസ്. പിന്നെ തരുന്ന ആളുകളുടെ പെർഫോമൻസും കൂടി അസസ് ചെയ്യൂ. ഈ പറഞ്ഞ സമയത്തിന് തരുന്നുണ്ടോ, ക്വാളിറ്റി തരുന്നുണ്ടോ, അവര് റിലേഷൻ എങ്ങനെയാണ്, പൈസയുള്ള പാർട്ടിയാണോ അതോ പൈസയ്ക്ക് വേണ്ടി കരയുന്ന പാർട്ടിയാണോ നോക്കണ്ടേ? വേണ്ടേ? സാറേ കുറച്ച് തരൂ, 90 ഇന്ന് 80% തരൂ, നാളെ പിന്നെയും തരൂ സാറ്, ഒരു 5% പിന്നെയും തരൂ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻ വരും ചില സമയത്ത്. കോൺട്രാക്ട് റിന്യൂവൽ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺട്രാക്ട് റിന്യൂവലും വേണം. അതായത് പക്ഷെ റിന്യൂവല് നിങ്ങളുടെ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആയിരിക്കണം. അപ്പൊ ദിസ് ഗീവ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. ഇപ്പൊ ചിലപ്പോൾ 1 കൊല്ലത്തിനാണ്, 2 കൊല്ലത്തിനാക്കും, 3 കൊല്ലത്തിനാക്കും, സബ്ജക്ട് ടു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ബൈ ദ കമ്പനി. ദ കോൺട്രാക്ട് ഷുഡ് ബി റിന്യൂഡ് ഇൻ ടൈം. അപ്പൊ പക്ഷെ ഒരു കാര്യം, കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്ന മുമ്പേ കൂട്ടി അറിയിക്കണം പാർട്ടിക്ക്, നിങ്ങളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ നിർത്തും, പിറ്റേ ദിവസം വരില്ല. അപ്പൊ നമ്മുടെ ഇതെല്ലാം എഫക്ട് ചെയ്യും. So the contract should be renewed in time, even not going in automatic. ചില സമയത്ത് ഓട്ടോമാറ്റിക് റിന്യൂ ഉണ്ടാവും, ചില സമയത്ത് റിന്യൂ ചെയ്തില്ലെങ്കിൽ അത് നിർത്തിയിട്ട് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ചില സമയത്ത് റിന്യൂ ചെയ്യുന്ന പ്രൊവിഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്യാൻസലും വരും. റിന്യൂ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ വരും. മനസ്സിലായോ? ഒരു മിനിറ്റ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എഴുതിയിട്ട് 58 വയസ്സിൽ നിങ്ങൾ റിട്ടയർ ചെയ്യും. 58 പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ക്യാൻസലാണ്. നെക്സ്റ്റ് ഡേ നിങ്ങൾ ഓഫീസിൽ വരാൻ പറ്റില്ല. അപ്പോ കോൺട്രാക്ട് ഷുഡ് ബി റിന്യൂഡ്. ദർ ഇസ് എ ഓൺഗോയിങ് റിന്യൂ എപ്പോഴും ചെയ്യാം. പിന്നെയും റിക്വയർമെന്റ് ആവശ്യമുണ്ട്, അവര് നമുക്ക് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് പിന്നെയും അവര് ആവശ്യം ഉണ്ടെങ്കിലാണ് ചെയ്യുക. പിന്നെ ഡെലിവറി പെർഫോമൻസ്, പിന്നെ അതേമാതിരി ഇവർ മുഖാന്തരം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ, കമ്പനിക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടോ, അതും കൂടി നോക്കും കേട്ടോ. അങ്ങനെയുള്ളെങ്കിൽ ചെയ്യില്ല. പിന്നെ വളരെ പ്രധാനമായിട്ട് കോൺട്രാക്ട് അവസാനിക്കുന്നത്, ദി എൻഡ് ഓഫ് എ കോൺട്രാക്ട് ഓൺ ഇറ്റ്സ് എക്സ്പയറി ഓർ ഇറ്റ്സ് ആക്റ്റീവ് ടെർമിനേഷൻ കാൾസ് ഫോർ പ്രോപ്പർ. കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്ന സൂക്ഷിക്കണം, പ്ലാൻ ചെയ്യണം. ഈ അവസാനിക്കുന്ന ഇതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുക വർക്ക്. പിന്നെ നിങ്ങളുടെ ചാർജ് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത് പ്രോപ്പറാണോ? അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടാണോ ഹാൻഡ് ഓവർ ചെയ്യണത്? അത് ഇൻ കോൺട്രാക്ട് ക്ലോസിംഗ് ഔട്ട് താഴെ പറയുന്ന കാര്യങ്ങളെ കോൺട്രാക്ട് കഴിയുമ്പോൾ ആലോചിക്കണം. ഒന്ന്, ടെർമിനേഷൻ ലെറ്റർ അത് അഡ്വാൻസ് ആയിട്ട് അറിയിക്കണം. എക്സ്പയറി നിങ്ങളുടെ കോൺട്രാക്ട് അവസാനിച്ചതുകൊണ്ട് ഇനി മുതൽ നിങ്ങളെ ആവശ്യമില്ല എന്ന് മുമ്പേ കൂട്ടി അറിയിക്കണം. മോണിറ്റർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഡിസൈൻ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവരെ കൊടുക്കണം.
കോൺഫിഡൻഷ്യാലിറ്റി ലീക്ക് ചെയ്യരുത്. അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് അതിൽ. നിങ്ങൾ ഇവിടുന്ന് പോയാലും ശരി ഇവിടുത്തെ കോൺഫിഡൻഷ്യാലിറ്റി ലീക്ക് ചെയ്യരുത്. കാരണം എന്താ അറിയോ, നാളെ ഈ കമ്പനിയിൽ വരേണ്ടി വരും. അപ്പൊ ഇവിടുത്തെ കോൺഫിഡൻഷ്യാലിറ്റി മറ്റുള്ളവരോട് പറയരുത്. അതൊരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ ട്രാൻസ്ഫർ എനി അസറ്റ്, അതേമാതിരി അവരുടെ എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ടെന്ന് നിങ്ങൾ കൊടുക്കുക, റിട്ടേൺ ചെയ്യുക. എന്തെങ്കിലും കടം മേടിച്ചിട്ടോ ലോണിലോ എന്തെങ്കിലും ക്രെയിനോ വേറെ എന്തെങ്കിലും വിചാരിക്കുക, അതെല്ലാം തിരിച്ചു കൊടുക്കുക. ഫൈനലൈസ് ദ ഡീറ്റെയിൽസ്, പേയ്മെന്റിന്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലോ എന്തെങ്കിലും വിത്തോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇത്ര പെർസെന്റ് ബാലൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക. പ്രിപ്പയർ എ ഫൈനൽ കോൺട്രാക്ട് ഫൈനലൈസേഷൻ, ഫൈനലായിട്ട് എല്ലാം ശരിയായിട്ടൊരു ഫൈനൽ ഡിസ്ചാർജ്, ടെർമിനേഷൻ, പെർഫോം എനി അതർ സ്പെസിഫിക്, എല്ലാ റിട്ടേൺസ് കംപ്ലയൻസ് എല്ലാം നോക്കണേ. സാലറി എംപ്ലോയീസ് ശരിക്കും കൊടുത്തിട്ടുണ്ടോ, ബോണസ് കൊടുത്തിട്ടുണ്ടോ, പ്രൊഡക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടോ, ESI കട്ട് ചെയ്തിട്ടുണ്ടോ നോക്കണം. അപ്പോ പിന്നെ ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക് ഔട്ട്സോഴ്സിങ്, കോൺട്രാക്ട് ലോജിസ്റ്റിക് കോൺട്രാക്ട് ഏതെല്ലാം വിധത്തിൽ, ഓപ്പൺ ബുക്ക് കോൺട്രാക്ട് അങ്ങനെ പറഞ്ഞിട്ട് അതുണ്ട്. പിന്നെ അതായത് അത് ഞാൻ പറഞ്ഞു തരാം. ഓപ്പൺ ബുക്ക് കോൺട്രാക്ട് പറഞ്ഞ അതില് എന്താ പറയുന്ന, ഈ കറന്റ് ട്രെൻഡ് ഇൻ ദി കോൺട്രാക്ടിങ് ഓഫ് ഔട്ട്സോഴ്സിങ് ലോജിസ്റ്റിക് സർവീസ് ഈസ് ടുവേർഡ്സ് മോർ ട്രാൻസ്പെറൻസി ഇൻ സപ്ലയർ പ്രൈസിങ്. സപ്ലയറുടെ പ്രൈസിങ് ഒരു അപ്പൊ മാറ്റമില്ല എന്നെങ്കിൽ നമ്മൾ കോൺട്രാക്ട് ചെയ്യും. ഓപ്പൺ ബുക്ക് അവരുടേത് ഇതാണ്. പിന്നെ ദി ബയർ വാണ്ട്സ് ടു നോ ദാറ്റ് ദേ ഹാവ് they are getting value for money. Okay, that the logistics supply provider is not making excess profit for their expenses. ഇനി അടുത്തത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, BPO. കോസ്റ്റ് റിഡക്ഷൻ, പൈസ എവിടെ എല്ലാം ലാഭിക്കാൻ പറ്റുമോ ലാഭിക്കുക, നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. ഔട്ട്സോഴ്സിങ് ചെയ്യുന്ന സമയത്ത് ഇതാണ്. നമ്മുടെ IT ഒക്കെ ഔട്ട്സോഴ്സിങ് ആണ്, ശ്രദ്ധിക്കണേ. നമ്മുടെ IT ഫംഗ്ഷൻ ചെയ്യുന്നത് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും വർക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അവരും ഔട്ട്സോഴ്സിങ് ചെയ്യല്ലേ നമുക്ക്, അതല്ലേ നമ്മൾ ചെയ്യുന്നത്. അവിടെ അവരുടെ വർക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവര് നമുക്ക് ഔട്ട്സോഴ്സിങ് ചെയ്യല്ലേ. BPO പാർട്ട്ണർ ഏതെല്ലാം കമ്പനിയായിട്ട് അസോസിയേഷൻ ക്യാൻ ഹെൽപ്പ്. പിന്നെ 24/7 24 മണിക്കൂറും നമ്മളെ ഓരോരുത്തരുടെ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലേ. ഫസ്റ്റ് ഷിഫ്റ്റ്, സെക്കൻഡ് ഷിഫ്റ്റ്, തേർഡ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ A ഷിഫ്റ്റ്, B ഷിഫ്റ്റ്, C ഷിഫ്റ്റ്. പിന്നെ നമ്മളിത് ട്രാക്ക് ചെയ്യണം, ട്രേസ് ചെയ്യണം യൂസിങ് വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ്. ഓരോരുത്തർ എത്ര ആൾ വേണം ഓരോ ഷിഫ്റ്റിൽ ഇതൊക്കെ മാനേജ് ചെയ്യണം. പിന്നെ ഓരോ റീ എഞ്ചിനീയറിംഗ് ബിസിനസ് പ്രോസസ്. ഇന്നത്തെ എല്ലാം നാളെ മാറ്റങ്ങൾ വരും. അപ്പൊ റീ എഞ്ചിനീയറിംഗ് വേണം നമുക്ക്. അനലോഗ് ടെക്നോളജി ഉണ്ടായിരുന്നു, ഡിജിറ്റൽ ടെക്നോളജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. മെഷീനറി മാറും, നമ്മുടെ വർക്ക് മെത്തേഡ് മാറും. പെർഫെക്റ്റ്. പണ്ട് അനലോഗ് വാച്ചസ്, ഇപ്പൊ ഇല്ല, ഡിജിറ്റൽ വാച്ചസ് ആണ്. നോക്കൂ, മാറില്ലേ ടെക്നോളജി. അതനുസരിച്ച് മാറണം, ടെക്നോളജി മാറണം. ഈസി മോണിറ്ററിംഗ് റിപ്പോർട്ട്. പിന്നെ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ടാ കംപ്ലീറ്റ് റിപ്പോർട്ടിങ് ഒക്കെ. നോക്കൂ, ഇവിടെ ഞാൻ കണ്ടതാണ്. നമ്മൾ വൈകുന്നേരം ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. അവർ ഓൺലൈനിൽ ഇവിടുന്ന് അയക്കും. അവർ ഹെഡ് ഓഫീസിലേക്ക് ബോംബെക്ക് എത്ര ആൾ വർക്ക് ചെയ്യുന്നു, അവരുടെ സാലറി സ്ട്രക്ചർ, അതേമാതിരി കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ഇത് ചെയ്തു. എന്നിട്ട് അവർ ടിക്ക് ചെയ്യും ഓരോന്ന് പറയുന്നത്. ഇത് പ്രോപ്പറായി ചെയ്തിട്ടുണ്ടെങ്കിൽ ദ മാൻ ഹു ഈസ് ഹാൻഡ്ലിംഗ് ദ പേഴ്സൺ വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ. ഓൺലൈനാണ് കംപ്ലീറ്റ്. അതാണ് മോണിറ്ററിങ്. അവരവിടുന്ന് മോണിറ്റർ ചെയ്യും. ഇന്ന പാർട്ടി ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന്, അല്ലെങ്കിൽ സാലറി ഇത്ര കൊടുത്തിട്ടില്ല കോൺട്രാക്ടർ, അതുകൊണ്ട് പെട്ടെന്ന് അവർ, അല്ലെങ്കിൽ ബില്ല് വിത്തോൾഡ് ചെയ്യും. ഓക്കെ. നൗ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ്. ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് ഇസ് എ കമ്പനി ഹൂസ് ഗൂഡ്സ് ആർ യൂസ്ഡ് ആസ് കോമ്പോണന്റ്. അതായത് കോമ്പോണൻസ്, ഒരു കമ്പനി കോമ്പോണൻസ് ഉണ്ടാക്കുന്നു, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അതായത് ഏതെങ്കിലും കമ്പനിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി കോമ്പോണൻസ് ഉണ്ടാക്കുന്നു, അനദർ കമ്പനി കണ്ടോ, വിച്ച് പിന്നെ അത് അവർ സെല് ചെയ്യുന്നു ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട്. സച്ച് പ്രൊഡക്ട്സ് ആർ യൂഷ്വലി നോട്ട് ഓൺലി നല്ല ക്വാളിറ്റി ആയിരിക്കും, ബട്ട് ആർ ഓൾസോ ഡ്യൂറബിൾ. നോക്കൂ, നമ്മുടെ വാച്ച് അസംബ്ലി നടക്കണം, ഓരോ മെറ്റീരിയൽ ഓരോ സ്ഥലത്ത് നിന്നല്ലേ വരുന്നത്. ദി സെക്കൻഡ് ഫേം ഈസ് റെഫേർഡ് ടു ആസ് എ വാല്യൂ ആഡഡ് റീസെല്ലർ. ഒന്നാമത് ഒരാളിൽ നിന്ന് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ബിക്കോസ് by augmenting in incorporating features or services or adds value, the VAR അതായത് വാല്യൂ ഏഡഡ് റീസെല്ലർ. നമ്മളെ റീസെല് ചെയ്യുന്ന സമയത്ത് ആ രണ്ടാമത് മുഖാന്തരം കമ്പനി മുഖാന്തരം റീസെല് ചെയ്യുന്നു. ദ വാർ WAR വാല്യൂ ആഡഡ് റീസെല്ലർ വർക്ക്സ് ക്ലോസ്ലി വിത്ത് OEM പറഞ്ഞ ഒറിജിനലായിട്ട് ആരാ എക്യുപ്മെന്റ് ഇത് ചെയ്യുന്നത്. വിച്ച് നോക്കൂ, നമ്മുടെ ജനറേറ്റർ, നമ്മുടെ വോൾട്ടാസ്, എയർ കണ്ടീഷണർ, ഇതൊക്കെ ഒറിജിനൽ അവരല്ലേ ഉണ്ടാക്കുന്നത്. ചിലതൊക്കെ പണ്ടത്തെ
പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞത്. വിച്ച് ഓഫൺ കസ്റ്റമൈസ് ഡിസൈൻ. ഞാൻ കിർലോസ്കർ നമ്മുടെ ഡീസൽ ജനറേറ്റർ മറ്റേതൊക്കെ ഉണ്ടാക്കില്ലേ ഓരോ കാര്യങ്ങൾ ബേസ്ഡ് ഓൺ വാ കമ്പനി നീഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ അങ്ങനെ പോകുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് OEMs ആർ സെല്ലിംഗ്. അപ്പൊ ഓരോരുത്തർ അവരുടെ പ്രൊഡക്റ്റ് അവരുണ്ടാക്കിയ കോമ്പോണൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, കൺസ്യൂമർ ആൻഡ് ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ് ഇൻ എ വേ മേക്കിംഗ് ദം എ വാർ. ഓക്കെ. ദെൻ എഫക്റ്റീവ് ലോജിസ്റ്റിക് ഔട്ട്സോഴ്സിംഗ് ഇഷ്യൂ. എന്തൊക്കെയാണ് ഔട്ട്സോഴ്സിംഗ് ഇഷ്യൂ? Outsourcing succeeds when it is well thought out and done properly. We shall now discuss, issues to be kept in view for all parties. ആരെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നു താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റീസൺ ഡിഫൈൻ ചെയ്യണം. ഔട്ട്സോഴ്സിംഗിന് എന്തിനു വേണ്ടിയിട്ട് ഔട്ട്സോഴ്സ് ചെയ്യണം. എവാലുവേറ്റ് ചെയ്യുക നമ്മുടെ ബിസിനസ് പ്രോസസ്സ്. ആരെയാണ് നമ്മൾ റെക്കഗ്നൈസ് സെല്ലർ ആൻഡ് ബയർ. വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളുടെ റോൾ എന്താന്ന് ക്ലാരിറ്റി വേണം. പിന്നെ ഡീറ്റെയിൽ യുവർ ഓപ്പറേഷൻ. നിങ്ങളുടെ ഓപ്പറേഷൻ എന്താണെന്ന് അവരെ അറിയിക്കുക, അവരെന്താ ചെയ്യാൻ പോകണം നിങ്ങളെ അറിയിക്കുക. പിന്നെ ഇത് മെഷർമെന്റ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓരോരുത്തരും അക്കൗണ്ടബിലിറ്റി വേണം. ബി അവെയർ ഓഫ് റിസ്ക് ഇൻവോൾവ്. ചിലവർക്കേ സാധനങ്ങൾ സീക്രസി ലീക്ക് ചെയ്യരുത്, അതും കൂടി നോക്കണം. ബി അവെയർ ഓഫ് റിസ്ക്. ചില റിസ്ക് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത ആളുകളുടെ ഓർഡർ റിലീസ് ചെയ്ത് അവർ സാധനങ്ങൾ ഉണ്ടാക്കുമോ? ചിലപ്പോൾ ചെറിയ കമ്പനിയെ കാശുമില്ല ഒന്നുമില്ല ആയിരിക്കും, അവർക്ക് ഓർഡർ കൊടുത്തിട്ട് അത് റിസ്ക് അല്ലേ. പിന്നെ പ്ലാൻ ടു ചേഞ്ച് മാനേജിങ് ദ ഔട്ട്സോഴ്സ് ഓപ്പറേഷൻ. കൺക്ലൂഷൻ, ഔട്ട്സോഴ്സിംഗ് ക്യാൻ ബ്രിങ് ബിഗ് ബെനിഫിറ്റ്. കമ്പനിക്ക് വളരെയധികം ബെനിഫിറ്റ്. കാരണം ഓരോ കാര്യങ്ങൾ ഓരോരുത്തരല്ലേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കമ്പനിയിലെ നമ്മളിപ്പോ ഈ ക്ലീനിങ് ഓപ്പറേഷന് വേണ്ടിയിട്ട് വലിയ 20 നില 25 നില ഏതോ എന്തെങ്കിലും ഞാൻ കണ്ടു 140 കക്കൂസിറ്റി ഉണ്ട് ഒരു ബിൽഡിങ്ങിൽ. ഈ 140 കക്കൂസ് എത്ര ആളെ ക്ലീനറെ അപ്പോയിന്റ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അംബാനിയുടെ വീടിനെ, മുകേഷ് അംബാനിയുടെ വീടിനെ 27 നിലയാണ്. അപ്പൊ ഓരോ നില അപ്പം 2 ബെഡ്റൂമോ 3 ബെഡ്റൂമോ ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമോ അല്ല ഇതൊക്കെ. ഇതൊക്കെ ക്ലീൻ ഞാൻ അവരുടെ കാര്യമല്ല ഓരോരുത്തരുടെ. നമ്മുടെ ടവർ ബിൽഡിങ്സ് ഉണ്ട് ഓരോന്നല്ലേ. ഇത് സപ്പോസ് ഇത് ഇപ്പൊ ഗവൺമെന്റിന്റെ തന്നെ എത്ര വലിയ വലിയ ബിൽഡിങ്സ് അല്ലേ. അത് നിങ്ങൾ ഇത് ക്ലീൻ ചെയ്യുന്ന ഇതിനൊക്കെ നമ്മുടേതായ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്താൽ മിനിമം വേജസ് കൊടുക്കണം, സ്കെയിൽ കൊടുക്കണം, ഇൻക്രിമെന്റ് കൊടുക്കണം, ഡിയർനെസ് അലവൻസ് കൊടുക്കണം, CCA കൊടുക്കണം, HRA കൊടുക്കണം, ലീവ് എൻഗേജ്മെന്റ് കൊടുക്കണം, ഗ്രാറ്റുവിറ്റി കൊടുക്കണം, എല്ലാം കൊടുക്കണം. ലീവ് എൻഗേജ്മെന്റ് കൊടുക്കണം. എന്തായി? പക്ഷെ അത് ഔട്ട്സോഴ്സ് ചെയ്യണിച്ചാലോ വേറെ ഒരു കോൺട്രാക്ടർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു ബോധരേഷം ഇല്ല. അവര് തരുന്ന ബില്ല് അങ്ങോട്ട് കൊടുത്താൽ മതി. 5% അഡ്മിനിസ്ട്രേറ്റീവ് ചാർജും കൊടുക്കണം. ദാറ്റ്സ് ഓൾ. ഒരു തലവേദനയും നമുക്കില്ല. അവര് ചെയ്തോളും. സെക്യൂരിറ്റി അവർ ചെയ്തോളും. മനസ്സിലായോ? അതേമാതിരി ഗാർഡനിങ്, ഹോർട്ടിക്കൾച്ചർ, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഔട്ട്സോഴ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് പൈസ. അപ്പോ ഫാസ്റ്റ് ചേഞ്ചിങ് കസ്റ്റമറുടെ ഡിമാൻഡും പലതാണ്. ഓരോരുത്തർക്ക് ഓരോ ഇതാണ്. ചിലപ്പോ കോളനി ഉണ്ടാവും. കോളനി നോക്കട്ടെ, കോളനി റോഡ്, അതേമാതിരി ഗ്രീനറി, പാർക്ക്, കഫറ്റേറിയ, ഇതൊക്കെ നോക്കട്ടെ. സക്സസ്ഫുൾ ഇതിനൊക്കെ എംപ്ലോയി ആക്കാൻ പറ്റും ഇതിനൊക്കെ. അപ്പൊ കോൺട്രാക്ടർക്ക് കൊടുക്കുന്നത് those other than core activity will have to be outsources globally and locally outsourced. അപ്പോ ഇത് ലോകത്തിൽ ആകമാനം നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ IT ഇതൊക്കെ വർക്ക് ചെയ്യുന്നതിന് ഔട്ട്സോഴ്സിംഗ് ബേസിസിലാണ്. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് ഔട്ട്സോഴ്സിംഗ് ആണ്. ഉദാഹരണങ്ങൾ ഞാൻ പലതും പറഞ്ഞു. ഈ ചാപ്റ്റർ യൂണിറ്റ് അവസാനിച്ചു. അടുത്തത് യൂണിറ്റ് 13 എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ചാലഞ്ചസ്. Challenges to effective logistics management. Efficient transportation എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. എഫിഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. എൻ്റെ ആർട്ടിക്കിൾ ഉണ്ട്. അതായത് സേഫർ റോഡ്സ് ഫോർ എ ഗ്രീനർ മോർ സസ്റ്റൈനബിൾ എൻവയറോൺമെന്റ്. നല്ല റോഡ് ഇല്ല എങ്കിൽ, കുഴികളുള്ള റോഡാണെന്ന് വെച്ചാൽ ബ്രേക്ക് ചവിട്ടും, അതിലിറങ്ങും, എന്നിട്ട് കയറും, അതിന്റെ പുക അവിടെ വരും, അത് നമ്മുടെ എയറിനെ ദുഷിച്ചതായിരിക്കും. അപ്പൊ ഇത് വലിയ ഇതുണ്ട്. സമയം കിട്ടുകയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അപ്പൊ സേഫർ റോഡ് ഫോർ എ ഗ്രീനർ മോർ സസ്റ്റൈനബിൾ. അപ്പൊ നല്ല റോഡാണ് എങ്കിൽ, ഇപ്പൊ കേട്ടു ഇന്നലെ ഐ തിങ്ക് പ്രൈം മിനിസ്റ്റർ ഈസ് ഇനാഗുറേറ്റിംഗ് ഫ്രം നാഗ്പൂർ ടു ബോംബെ. 17 മണിക്കൂർ ഉള്ള സ്ഥലത്ത് 7 മണിക്കൂർ കൊണ്ട് വണ്ടി എത്തും. നോക്കൂ, അവിടെ
എത്ര എൻവയോൺമെന്റൽ, അല്ലെങ്കിൽ ഈ ട്രക്ക് 17 മണിക്കൂർ വലിച്ച് എത്ര എയർ പൊല്യൂഷൻ ഉണ്ടാവും. ഇത് 7 മണിക്കൂർ കൊണ്ട് ബോംബെയിലെത്തും. നാഗ്പൂർ ടു ബോംബെ നാഷണൽ ഹൈവേ. 10 അവർ സേവ് ചെയ്യുക. അല്ലെങ്കിൽ 10 അവറിന് എത്ര ഫ്യൂൽ വേണമെന്ന് ആലോചിക്കുന്നു. ഓരോരോ വണ്ടിക്ക് എത്ര എയർ പൊല്യൂഷൻ വരുമെന്ന് ആലോചിച്ചു. അപ്പൊ അതാണത് കേട്ടോ. അപ്പൊ കസ്റ്റമർ മാനേജ്മെന്റ്, കസ്റ്റമറെ നന്നായിട്ട് മാനേജ് ചെയ്യണം കേട്ടോ. വളരെ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഇസ് മോർ എസെൻഷ്യൽ. ബിസിനസ് പ്രോസസ് പ്ലാനിങ് വേണം. സപ്ലൈ ചെയിൻ, എവിടുന്ന് സാധനങ്ങൾ വാങ്ങേണ്ടതൊക്കെ അറിയണം. വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ്, നമ്മുടെ വർക്ക് ഫോഴ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, അവരെ ഹാപ്പി ആക്കുക. പിന്നെ ടെക്നോളജിക്കൽ ഡെവലപ്പ് പറയണ്ടേ, ഏതെങ്കിലും ടെക്നോളജി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. കാരണം നോക്കൂ, പണ്ട് ഈ മണ്ണ് കുഴി കുത്തലും മറ്റേതൊക്കെ മാനുവൽ അല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ ഓരോ മെഷീനറീസ് അല്ലേ വരുന്നത്. പിന്നെ എന്താ നമ്മുടെ ഇതിനെന്താ പറയാ, JCB. അതേമാതിരി ഓരോരോ കാര്യത്തിന് നമ്മുടെ കുഴി കുത്തണച്ചാൽ അത് വേറൊന്ന്, പിന്നെ നമ്മുടെ ടാറ് മിക്സ് ചെയ്യാൻ വേറൊന്ന്. പണ്ട് അങ്ങനെയല്ല, കൈകൊണ്ടല്ലേ എല്ലാം ചെയ്തത്. അപ്പോ ടെക്നോളജിയെ അഡാപ്റ്റ് ചെയ്യുക, പിന്നെ നിയമങ്ങൾ പാലിക്കുക. അത് അവസാനം പറയാം, എൻവയോൺമെന്റൽ ഇഷ്യൂസ് നോക്കുക. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എൻവയോൺമെന്റ് വളരെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. അതല്ലെങ്കിൽ ഹാനികരമായി പ്രവർത്തിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ദോഷമായിട്ട് പരിണമിക്കും. ഇൻട്രൊഡക്ഷൻ. ദ ലോജിസ്റ്റിക് ഇൻഡസ്ട്രി ഇസ് ദ ബാക്ക് ബോൺ ഓഫ് എനി ലോജിസ്റ്റിക്. നമ്മുടെ രാഷ്ട്രത്തിന്റെ GDP എന്തായിക്കോട്ടെ, അതിന്റെ ബാക്ക് ബോൺ ആണ് ഇതൊക്കെ. ഓരോരോ കാര്യങ്ങൾക്ക് ഒരു നമ്മുടെ റോഡോ ബിൽഡിങ്ങോ എന്തെങ്കിലും ഉണ്ടാക്കണം വിചാരിക്കുക, ഇതിന് സ്റ്റീലും സിമെന്റും ടാറും ഇതൊന്നും വേണ്ടേ? ഓരോരോ കാര്യങ്ങള് അപ്പൊ ഇതൊക്കെ ഇതിന് നമ്മുടെ എക്കണോമി ഇത് ചെയ്യുമ്പോൾ ഒരു റൺവേ, എയർപോർട്ടിന്റെ റൺവേ ഉണ്ടാക്കുക. എന്തെല്ലാം ആ റൺവേക്ക് ഇത് വേണമെന്ന് വെച്ചാൽ എന്തെല്ലാം ഇതിനാവശ്യമാണ്, അതൊക്കെ സപ്ലൈ ഇല്ലേ. അപ്പൊ ലോജിസ്റ്റിക് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ നമ്മുടെ എക്കോണമി. അത് പക്ഷേ ഈസിലി അവൈലബിൾ ആണ് വിചാരിക്കുക. അപ്പൊ നമുക്ക് വി കൻ സേവ് ലോട്ട് ഓഫ് മണി. അതല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുക വിചാരിക്കുക മറ്റുള്ള സ്ഥലങ്ങൾ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ആൻഡ് പണ്ട് ജപ്പാനിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ചെയ്യല്ലേ, പക്ഷെ നമ്മൾ തന്നെ ഇപ്പൊ ഉണ്ടാക്കുന്നു. The management of logistics has always been a complex task, but with time, it has become even more sophisticated activity. Almost every business is the activity of sale and purchase of materials and goods which are to be transported to specific places. The need for logistics is increasing. വളരെ നമുക്ക് ഇത് ലോജിസ്റ്റിക് ഓരോരോ ആവശ്യങ്ങൾ കൂടി വരല്ലേ. ഓരോരോ ആവശ്യം നോക്കൂ. നമ്മുടെ കോവിഡ് വന്നപ്പോൾ എന്തെല്ലാം ആവശ്യമാണ്? ഹോസ്പിറ്റൽ ആവശ്യമായിരുന്നു, മരുന്ന് ആവശ്യമായിരുന്നു, പിന്നെ നമ്മുടെ സെൻസിറ്റൈസർ മറ്റേ ആവശ്യമായിരുന്നു. എന്തെല്ലാം ഡോക്ടേഴ്സ് അത് തയ്യാറാകണമായിരുന്നു, പല കാര്യങ്ങളും അല്ലേ. അപ്പോ നമ്മുടെ അത് എവർ ഇൻക്രീസിങ്, നമ്മുടെ ഓരോരോ ആവശ്യങ്ങളും കൂടി വരികയാണ് അല്ലെ. ചെലവുകൾ കൂടുകയാണ്, നമ്മുടെ ഡിമാൻഡ് കൂടുകയാണ്. അതായത് ചിലപ്പോൾ ചെറിയ കാർ, പിന്നെ വലിയ കാറ്, പിന്നെ നമ്മുടെ ലക്ഷറി കാറ്, പിന്നെ പോരാതെ നമുക്ക് കോടിക്കണക്കിൽ രൂപ വില പിടിക്കുന്ന കാർ. ഡിമാൻഡ് കൂടി വരല്ലേ. ദ ഗ്ലോബൽ ഔട്ട്ലുക്ക് ഓഫ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രി ഈസ് ഓപ്റ്റിമിസ്റ്റിക്, പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കാനേ സാധനങ്ങളും ഉണ്ടായി. അപ്പൊ ഡിമാൻഡ് കൂടല്ലേ, ഓപ്റ്റിമിസ്റ്റിക്. ബട്ട് ദ റോഡ് അഹെഡ് ഈസ് ചലഞ്ചിങ്. അതായത് ഇന്ന് കാണുന്നതല്ല നാളെ, മനസ്സിലായോ? അപ്പോ ചാലഞ്ചസ് കുറെ ഉണ്ട്. ഗ്ലോബലി ദ എക്കോണമി ഹാഡ് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ ഗുഡ് ലോജിസ്റ്റിക്. അപ്പൊ എക്കോണമി വളരെ സേഫ് ആയിരിക്കണം. എക്കോണമി സേഫ് അല്ലെങ്കിൽ താറുമാറാകും. ലോജിസ്റ്റിക് പ്രൊഫഷണൽ ഫേസ് മെനി ചാലഞ്ചസ് ത്രൂ ഔട്ട് ദ സപ്ലൈ ചെയിൻ ആൻഡ് ഹാൻഡിൽ ദ ഗ്രോയിങ് ഡിമാൻഡ് ഓഫ് ദ കസ്റ്റമർ. അതറിയാലോ. ദി ലോജിസ്റ്റിക് ഇൻഡസ്ട്രി ഈസ് സബ്ജക്ട് ടു ട്രമൻഡസ് പ്രഷർ. പിന്നെ ഈ ഇത് സപ്ലൈ ചെയ്യാൻ അവർക്കും പ്രഷറുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം, കോവിഡിന് മരുന്ന് വേണം വിചാരിക്കുക. കോവിഫീൽഡ് എന്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, കോവാക്സിൻ എന്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവർക്ക് പ്രഷർ ഉണ്ടായിരുന്നില്ലേ. ഈ 28 സ്റ്റേറ്റിലും 9 യൂണിയൻ ടെറിട്ടറിക്കും സാധനം ഇത് വേണം, ഈ വാക്സിനേഷൻ കൊടുക്കണ്ടേ. ഇത് പ്രഷർ ഉണ്ടായിരുന്നില്ലേ. അപ്പോ അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും. ഓക്കെ. സോ ലോജിസ്റ്റിക് ഇൻഡസ്ട്രി സബ്ജക്ട് ടു ട്രമൻഡസ് പ്രഷർ ഇൻ പ്രസന്റ് ടൈം ബീങ് ഡ്രിവൺ ബൈ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ. ഇപ്പൊ ടെക്നോളജിയുടെ ഓരോരോ ഇന്നോവേഷൻ ആണ്, പല പുതിയ കണ്ടുപിടുത്തങ്ങളും അതൊക്കെയാണല്ലോ. ചേഞ്ചിങ്. പിന്നെ കൺസ്യൂമറിന്റെ എക്സ്പെക്ടേഷൻ കൂടി വരല്ലേ അല്ലേ.
ഇപ്പൊ എന്തെല്ലാം ആവശ്യമാണോ എന്ന് ആലോചിച്ച് നോക്കൂ. ഓരോരുത്തരുടെ എന്താ പറയണ്ടേ ഡിമാൻഡ് എന്തെല്ലാം വേണം. ആദ്യം നമ്മളെ ചെറിയ വീട്, പിന്നെ ഇപ്പൊ അതുകൊണ്ട് അല്ല ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം, അതല്ല നമുക്ക് എന്താ പറയണ്ടേ അതിൽ 2 നില വേണം, അത് കഴിഞ്ഞാൽ നമുക്ക് മാർബിൾ വേണം. മാർബിൾ എവിടുന്ന് കിട്ടി? രാജസ്ഥാനിൽ നിന്ന് വേണം. ഇതെവിടെ? കേരളത്തിലാണ്. രാജസ്ഥാനിൽ നിന്ന് എങ്ങനെ മാർബിൾ? എന്തെല്ലാം നമ്മുടെ എക്സ്പെക്ടേഷൻ എന്തെല്ലാണ്. പിന്നൊരു കാര്യം, നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. എക്സ്പെക്ടേഷൻ എന്തോ പോലെ. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ അമേരിക്കയിലെന്ന് പറഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ എത്തിയില്ലേ? ഇപ്പൊ ന്യൂയോർക്ക് എത്തിക്കഴിഞ്ഞു ഞാൻ. അപ്പൊ എക്സ്പെക്ടേഷൻ ഭയങ്കര, പക്ഷെ അവിടെ എത്തണ്ടേ പരിപാടി, മനസ്സിലായില്ലേ? അപ്പോ കൺസ്യൂമറുടെ എക്സ്പെക്ടേഷനും കൂടി 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 വരികയാണ്. ആൻഡ് സ്ട്രിഞ്ചന്റ് റെഗുലേഷൻസ് വരുന്നുണ്ട്, നിയമങ്ങളും. അങ്ങനെ എളുപ്പമല്ല. നമ്മളെ ഓരോരോ റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. നിങ്ങൾ എന്തുണ്ടെങ്കിലും പണം പ്രതാപമൊന്നും ബാധല്ല. നിയമം പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ അത് പെടും. രാഷ്ട്രീയ സമ്മർദ്ദം. പക്ഷെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ അത് അനുസരിക്കേണ്ടി വരും. അതിപ്പോ വലിയവനായാലും ശരി ചെറിയവനായാലും ശരി ചിലപ്പോൾ അത് അനുഭവിക്കേണ്ടി വരും കേട്ടോ. പിന്നെ അപ്പൊ നിയമങ്ങൾ പാലിക്കുക എന്നാ പറയുന്നത്. നിയമങ്ങളെ പാലിക്കാനുള്ളതാണ്. നോബഡി ഈസ് എബവ് ലോ. പക്ഷെ ഇന്ന് പലതും നടക്കുന്നത്, ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ആദ്യം ആസ് ദ ഡിസിപ്ലിൻ സിറ്റിസൺ ഓഫ് ദ കൺട്രി we are supposed to abide by the rules and regulations framed by the state government or the central government. Challenges to effective logistics: internal alignment, improving internal alignment before furthering integrating externally. എക്സ്റ്റേണൽ നമ്മുടെ ഇന്റേണൽ ആയിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ലോജിസ്റ്റിക്കലി ചില സാധനങ്ങള് ഇന്റേണല് ചിലപ്പോൾ ആയിട്ട് നമുക്ക് കിട്ടും, പക്ഷെ ആളുകളൊക്കെ വേണം, അലൈൻമെന്റ് വേണം, ഇന്റിഗ്രേറ്റ് ചെയ്യണം. ചിലത് എക്സ്റ്റേണലേ കിട്ടൂ. പക്ഷെ അത് അവൈലബിൾ ആണെന്ന് നോക്കണം. അപ്പൊ എങ്ങനെയൊക്കെ കിട്ടാൻ നോക്കണം. പിക്കിംഗ് അപ്പ്, അപ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം കൊളാബറേഷൻ വേണം. ചില സമയത്ത് കമ്പനിയായിട്ട് ഓരോ ടൈപ്പ് വേണ്ടേ, അതായത് ഓരോരോ കമ്പനിയായിട്ട് സപ്ലൈ ചെയ്യാനൊക്കെ ഒരു കൊളാബറേഷൻ വേണ്ടേ. പിന്നെ മാനേജിങ് കോസ്റ്റ് ഫോർ ഹെൽത്തി. ഉദാഹരണം ഞാൻ അറിയാം, നമ്മുടെ FACT-യില് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. FACT വളം ഉൽപ്പാദിക്കുന്ന അവരുടെ ഡീലർ ഉണ്ട്, അവരല്ലേ എടുക്കുക അവിടുന്ന്. മനസ്സിലായി? കൊളാബറേഷൻ, അവരായിട്ട് ടൈപ്പ് ഉണ്ട്, അവരാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. അതേമാതിരി ഓട്ടോമൊബൈൽസ്, നമ്മുടെ കാറും ഇതൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഏജന്റ് അല്ലേ, അല്ലാണ്ട് നേരിട്ട് മാരുതി കൊണ്ടു വിൽക്കുകയാണ് ഇവിടെ, അല്ലെങ്കിൽ ഹുണ്ടയോ വേറെ എന്തെങ്കിലും കൊണ്ട് വിൽക്കുകയാണ്. അവരുടെ ഡീലറല്ലേ അത്. അപ്പൊ കൊളാബറേഷൻ ഈസ് വെരി വെരി എസെൻഷ്യൽ. അണ്ടർടേക്കിംഗ് അഗ്രിമെന്റ് ചെയ്ത് മാനേജിങ് കോസ്റ്റ് ഫോർ ഹെൽത്തി പ്രോഫിറ്റബിൾ ഗ്രോത്ത് ഓഫ് എക്കണോമി. കോസ്റ്റ് ഹെൽത്തി ആയിരിക്കണം, അതായത് കൊടുക്കുന്ന കാശിന് നമുക്ക് വിലയുള്ള സാധനങ്ങൾ സപ്ലൈ, അതായത് അതനുസരിച്ച് നമുക്ക്, അല്ലാണ്ട് 2 രൂപയുടെ 5 രൂപയുടെ എന്താ പറയണ്ടേ ടോട്ടൽ എത്ര 40 പൈസയുടെ അല്ലെങ്കിൽ 50 പൈസ വരുന്ന ഒരു കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് കൊക്കോകോള 10 രൂപയ്ക്കാണ് വിറ്റിരുന്നത്. 1 രൂപയുടെ അതിന്റെ റിയൽ കോസ്റ്റ് വരുമായിരുന്നില്ല, അത് 10 രൂപയ്ക്കാണ് വിറ്റിരുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം അതിൽ പല ടാക്സും മറ്റേ ടാക്സും അങ്ങനെ കുറെ 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 സ്റ്റേറ്റിന്റെ ടാക്സ്, സെൻട്രൽ ടാക്സ്, ആ ടാക്സ്, ഈ ടാക്സ്, ഡീലറുടെ കൺസെഷൻ, മറ്റൊരു കൺസെഷൻ, അങ്ങനെ 10 രൂപ. അതിലെ ശരിക്കും 1 രൂപയ്ക്കാണ് വന്നിരുന്നത്. ഞാൻ പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞത്, കുറെ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം. ഒരു അനാലിസ് അവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ കാര്യം ഞാൻ പറയാം. അവിടെ വർക്ക് ചെയ്ത ഓപ്പറേഷനിലുള്ള വർക്ക് ചെയ്ത ആളാണ് എന്നോട് പറഞ്ഞത് ഇത്ര ഇതിന്റെ വിലയുള്ളൂ എന്ന്. പക്ഷെ അത് ചാർജ് ചെയ്യുന്ന 10 രൂപയാണ് അന്ന്. ഇന്ന് വ്യത്യാസമുണ്ട്. So workforce availability, especially the supply chain managers, logistic managers and the team of logistics specialists. അപ്പൊ മാനേജിങ് കോസ്റ്റ്, ഹെൽത്തി പ്രോഫിറ്റ്. പിന്നൊരു കാര്യം, എല്ലാവരും നമ്മൾ വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ, എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ പറ്റൂ, എംപ്ലോയീസ് ബോണസ് കൊടുക്കാൻ പറ്റൂ, ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. നഷ്ടത്തിൽ വരുന്ന കമ്പനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത്, സം ഓഫ് ദ കീ ത്രെഡ്സ് ടു എഫക്റ്റീവ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ത്രെഡ് അതായത് എന്തെല്ലാം പ്രശ്നങ്ങൾ, എഴുതുന്നത് കീ ത്രെഡ്സ്. ഓക്കെ, ലോജിസ്റ്റിക് മാനേജ് എന്തെല്ലാം ത്രെഡ് വന്നേക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെങ്കിലാ നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്നത്. ഒരു മിനിറ്റ്, ഇവിടുന്ന് ഡൽഹിക്ക്, കേരളത്തിൽ നിന്ന് ഡൽഹി, കൊച്ചി റിഫൈനറിൽ നിന്ന് ഡൽഹിക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഗൂഡ്സ്, കാരണം വെറും ഒരു ചെറിയ ടാങ്കും കഴിച്ചിട്ട് ഡൽഹിക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ട്രാൻസ്പോർട്ടേഷൻ, എഫിഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് വെരി വെരി എസെൻഷ്യൽ. അതുകൊണ്ടാണ് ഇപ്പോൾ റീസെന്റ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. കാരണം നോൺ സ്റ്റോപ്പ്, പെട്ടെന്ന് ഹൈ സ്പീഡ്. ഇതിപ്പോ എങ്ങനെയാ, ഇതുവരെ ഗൂഡ്സ് ഒരു
ഇതില് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിൽക്കും. മറ്റേ വണ്ടി പാസഞ്ചർ ട്രെയിൻ വരുന്നവരെ പിന്നെ അവിടെ നിന്ന് നീങ്ങില്ല. പിന്നെ ആ വണ്ടി പോയിട്ട് മറ്റൊടത്ത് പോയി കിടക്കും. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും കുറെ ദിവസം പിടിക്കും. ഇപ്പൊ അങ്ങനെയല്ല, ബോംബെ ടു ഡൽഹി വെരി 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 ഫാസ്റ്റ്. അപ്പൊ നമുക്ക് റിലയബിൾ ആണ്, കസ്റ്റമർക്കും ഹാപ്പിയാണ്. പിന്നെ ബിസിനസ് പ്രോസസ് പ്ലാനിങ് വേണം, സപ്ലൈ ചെയിൻ വിസിബിലിറ്റി വേണം, വർക്ക് ഫോഴ്സ് മാനേജ്മെന്റിന് വേണം, ടെക്നോളജി ഡെവലപ്മെന്റ് വേണം, നിയമങ്ങളെ പാലിക്കുക, എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അപ്പൊ ഇത് റെഗുലേറ്ററി കംപ്ലയൻസ് അത് പറയാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇല്ലേ, പൊല്യൂഷൻ ആക്ട് ഇല്ലേ, ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് വെയിറ്റ്, ട്രക്കിൽ എത്ര വെയിറ്റ് കയറ്റാം അത് നോക്കണ്ടേ, അത് നമുക്ക് പിന്നെ ടാക്സ് കൊടുക്കണ്ടേ, വേ ബില്ല് അതുകൊണ്ടേ, ബില്ല് ഇലക്ട്രോണിക്സ് വേ ബില്ല് അത് വേണ്ടേ. ഇങ്ങനെയൊക്കെ പല 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 കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഡ്രൈവർ ഉണ്ട് വിചാരിക്കുക, ഡ്രൈവർക്ക് ലൈസൻസും ഉണ്ട് വേണ്ടേ. പിന്നെ 8 മണിക്കൂർ കഴിഞ്ഞ് അവന് റെസ്റ്റ് കൊടുക്കണ്ടേ, ഓക്കെ. അതിന് ക്ലീനർ വേണ്ടേ, അങ്ങനെ പല പല. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് അതിന് പ്രൊട്ടക്ട് ചെയ്യണ്ടേ. ചിലപ്പോൾ ലീക്ക് ചെയ്താലോ, ചിലപ്പോൾ ആസിഡാണ്, ചില കെമിക്കലാണ്, ചിലർക്ക് സൾഫ്യൂരിക് ആസിഡ് വേറെ എന്തെങ്കിലും ആസിഡ് കൊണ്ടുപോകണ സമയം അത് ലീക്കായ റോട്ടിൽ വീണു വിചാരിക്കുക എന്തായിരിക്കും, മുഴുവൻ കത്തിപ്പടരും കംപ്ലീറ്റ് അല്ലേ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, എത്രയോ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഓക്കെ. അങ്ങനെ എൻവയോൺമെന്റ് നമ്മളെ സൂക്ഷിക്കണം. എഫിഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അപ്പൊ എന്നറിയാം, ഇപ്പൊ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റെയിൽവേ ഉണ്ട്, കപ്പലുണ്ട്, അതേമാതിരി നമ്മുടെ ഡോർ ടു ഡോർ നമ്മുടെ ഇത് ഡെലിവറി ഉണ്ട്, അതേമാതിരി പല വിധത്തിലുള്ള ഇതുണ്ടാവുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രത്തോളം കമ്മി. കാരണം കോമ്പറ്റീഷൻ ഭയങ്കരമാണ്, കോമ്പറ്റീഷൻ അനവധി ട്രാൻസ്പോർട്ട് കമ്പനി. അപ്പൊ ഒരാള് 10,000 രൂപയ്ക്ക് സാധനം കൊണ്ടുപോകാൻ മറ്റൊരാള് 5,000-നുണ്ട്, ചിലർ 6,000-നുണ്ട്. അപ്പൊ നമുക്ക് ഏതാച്ചാൽ അത് ചെയ്താൽ പോരെ. പക്ഷെ അപ്പോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മള് കമ്മിയാക്കിയിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം, നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി കമ്മിയാവും. അപ്പൊ അവര് പറഞ്ഞ പൈസ ഇട്ട് കൊടുത്താൽ എന്താ സ്ഥിതി, നമ്മുടെ പ്രോഫിറ്റ് കമ്മിയല്ലേ. റെഡ്യൂസിങ് കാരിയേഴ്സ്. നമ്മൾ 10 ട്രക്ക് എൻഗേജിന് പകരം 4 ട്രക്ക് എൻഗേജിന് 4 ട്രക്ക് ഫുള്ളായിട്ടല്ലേ എങ്ങേണ്ടത്. പിന്നെ ഷിപ്മെന്റ് ഇതൊക്കെ കൺട്രോൾ. ഒരു ഷിപ്മെന്റിൽ എത്ര കപ്പാസിറ്റി എന്ന് അറിയാലോ. അപ്പൊ അതിൽ നമ്മൾ മുഴുവൻ ഫുള്ളായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പേസ് അലോട്ടഡ് ഫോർ ദ പർപ്പസ് ഷുഡ് ബി യൂട്ടിലൈസ് പ്രോപ്പർലി, ഓക്കെ. അപ്പൊ നമുക്ക് പൈസ ലാഭിക്കാം. ഫ്ലീറ്റ് മാനേജ്മെന്റ്. പിന്നെ പോകുന്ന സാധനങ്ങൾ ടൈമിന് പോകുന്നുണ്ടോ, എവിടെയാണ്, അതൊക്കെ നോക്കണം. റൂട്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പോൾ എവിടെ എത്തി നിങ്ങൾക്കറിയില്ല. ഇപ്പോൾ എവിടെ നിങ്ങളിപ്പോൾ ഒരു സാധനം, ഇപ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയില്ലത് എങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, എല്ലാ ഇൻഡിക്കേഷനില്ലേ, കംപ്ലീറ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി. അപ്പൊ അതേ പ്രകാരം നിങ്ങൾക്ക് ഈ മുതലാളിക്ക് വീട്ടിലിരുന്ന് അറിയാം ഈ ട്രക്ക് എവിടെ എത്തിയെന്ന്, അല്ലെങ്കിൽ ഡ്രൈവറെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നുണ്ടോ, മദ്യപിച്ചിട്ട് ഓടിക്കുന്നുണ്ടോ, ഒക്കെ വീട്ടിലിരുന്നിട്ട് അറിയാം. അതിനുള്ള മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോ ഫ്ലീറ്റ് മാനേജ്മെന്റ്, ഫ്യൂൾ കോസ്റ്റ്, അതും കൂടി നമ്മുടെ എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമോ. കാരണം അത് എൻവയോൺമെന്റൽ പ്രോബ്ലംസും കൂടിയാണ്, അനവധി ഫ്യൂൾ നമ്മൾ കോസ്റ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ കൺസ്യൂമർ മാനേജ്മെന്റ്. കൺസ്യൂമർ ആരാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്, അവരുടെ അതിനെ മാനേജ്മെന്റ്. എൻഹാൻസിങ് കസ്റ്റമർ സർവീസ് വളരെ നല്ലതായിരിക്കണം കേട്ടോ. കസ്റ്റമറുടെ ഇപ്പൊ നമുക്ക് ഇന്ത്യൻ ഓയിൽ ഒരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മുടെ ഗ്യാസ് ഇതുണ്ട്, നമ്മുടെ കുറ്റി, അവര് വീട്ടിൽ വന്നിട്ട് എപ്പോഴെങ്കിലും ലീക്ക് ഉണ്ടോ ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്, ഉടനടി അറിയിക്കണം. അതേമാതിരി ഇതിന്റെ ഇതൊക്കെ പൈപ്പ് ഇതൊക്കെ അവർ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈ. നോട്ട് ഓൺലി ദാറ്റ്, ഒരു കാലത്ത് 30 ദിവസം 40 ദിവസം ബുക്ക് ചെയ്താൽ പോലും കിട്ടുമായിരുന്നില്ല. ഇപ്പൊ ഇന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ വൈകുന്നേരത്താണ് കിട്ടുന്നത്. എത്രയോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കൊച്ചിയുടെ കാര്യം പറഞ്ഞത്, രാവിലെ ബുക്ക് ചെയ്താൽ വൈകുന്നേരം കിട്ടണമെങ്കിൽ നാളെ തീർച്ചയായിട്ടും കിട്ടും. അതിന്റെ അർത്ഥം വി ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ്. മനസ്സിലായോ? അതാണ് കസ്റ്റമർ സർവീസ്. ഞാൻ ഉദാഹരണം പറയാം, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. കസ്റ്റമർ സർവീസ്. നോ ബെസ്റ്റ് കസ്റ്റമർ സർവീസ് പറഞ്ഞല്ലോ. വിളിച്ചാൽ ഉടനടി വരുന്ന, അത് ചിലപ്പോ നമ്മൾ ചിലപ്പോ എന്തെങ്കിലും തറാറിയും സാർ ഇതപ്പോ പെട്ടെന്ന് വരാം, എങ്ങനെയാണ് ഇവിടെയാണ് ഞങ്ങൾ. അപ്പൊ ഞാൻ ഐ വിൽ ടെൽ യു വൺ ആസ്പെക്ട്. എന്താണ് ബെറ്റർ കസ്റ്റമർ. നോക്കൂ, ഒരു കാലത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ, എൻ്റെ വില്ലേജ് ആയിരുന്നു വീട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം കേട്ടോ, ഒന്ന് കമ്പയർ ചെയ്യൂ. ലൈറ്റ് പോയാൽ ഒരു 15 ദിവസം നോക്കണ്ട. ഞങ്ങളുടെ അവിടെ പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താ സംഭവം അറിയോ,
ചെറിയ ഒരു ട്രാൻസ്ഫോർമറാണ് അതെന്നാണ് എല്ലായിടത്തും ലൈന്. എന്തെങ്കിലും തകരാറ് വന്നാൽ ഒരു 35-40 കിലോമീറ്റർ അപ്പുറത്ത് ഇതിന്റെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യണം. അവിടെ പോയാൽ നമ്മുടെ വാഹനമില്ല, ഒന്നുമില്ല, ബസ്സും പിടിച്ചിട്ട് അവിടെ പോയിട്ട് പറഞ്ഞ് ഞങ്ങൾ നോക്കട്ടെ, അവിടെ ഒരു 2-3 ആളുണ്ടാവും. അത് എല്ലായിടത്തേക്കുള്ള ആളുകളാണത്. ആകെ ഉള്ളത് 3-4 ആൾ. അവർക്ക് കൺവീനിയന്റ് ആയിട്ട് ടൈമിൽ വന്ന് അവരെ നമ്മൾ സ്വാഗതം ചെയ്ത് VIP മാര് സ്വാഗതം ചെയ്ത് വിളിച്ച് ശരിയാക്കി കണക്ട് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ചെയ്യണം. അപ്പം ഏകദേശം കുറെ ദിവസങ്ങൾ പിടിക്കും. അതായത് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു റേഡിയോ ട്രാൻസിസ്റ്റർ മറ്റേ ഇതായിക്കോട്ടെ, റേഡിയോ ഓടിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ആ സ്ഥിതിയാണ്. ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, അതും ഇന്ന് കൂടി നോക്കുള്ളൂ എത്രത്തോളം എന്നാണ്. ഇതാണ് സാറ്റിസ്ഫാക്ടർ. KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ലൈറ്റ് എന്തെങ്കിലും പോയി ഉട്ടനടി ഞാൻ സാധാരണ ഇവർ എന്താ ചെയ്യോ, എൻക്വയറിയിൽ ചെയ്ത നമ്മുടെ ടെലിഫോണിലും അതെ, KSEBയിലും അതെ, എടുക്കാറില്ല പണ്ട്. ഇപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എടുത്തിട്ട് എന്ത് സാറിന് ബുദ്ധിമുട്ട്, ഒന്ന് നമ്പർ പറയുമെന്ന് പറയും. ഇലക്ട്രിക് ആ പോസ്റ്റിന്റെ നമ്പർ, ആ നമ്പർ ഇന്നതാണ്. ഉട്ടാനായിട്ട് പറയും, സാറേ അവിടെ മരം വീണിട്ടുണ്ട്, ആ മരം ഒന്ന് വെട്ടട്ടെ, കാരണം അത് ലൈനിലേക്ക് കൊണ്ടിറക്കണം. അല്ലെങ്കിൽ പറയും ചെടികൾ വളർന്നിട്ട് ആ ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് കട്ട് ചെയ്ത് വരികയാണ്. അത് കഴിഞ്ഞിട്ട് പറയും 15 മിനിറ്റ് പിടിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ മുഴുവൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് വരണ്ടേ, അത് അല്ലെങ്കിൽ മരണം വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ അത് കട്ട് ചെയ്ത് ഉടനെ അങ്ങോട്ട് ചെയ്യും. അതേമാതിരി എത്ര ചെറിയ ഇൻസിഡന്റ് ആണ്, പെട്ടെന്ന് 5-10 മാക്സിമം. പക്ഷെ അത് സീരിയസ് ആയിട്ടുള്ള അവർ പറയുന്ന കാര്യം എന്താ കാരണം ചില സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ പോട്ടെ, നമ്മുടെ ഈ ഇത് എന്താ പറയണ്ടേ, വെള്ളപ്പൊക്കം 2 കൊല്ലം മുമ്പേ, ദ റോൾ പ്ലേഡ് ബൈ KSEB ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ, അതായത് ചിലയിടത്തൊക്കെ പൊട്ടി പാളീസായിട്ട് റെയിൽ ഇതെല്ലാം ഒലിച്ചു പോലെ ആക്കേണ്ടതുണ്ട്. പക്ഷെ പെട്ടെന്ന് അവര് എല്ലാം ഡാം ഇതില്ലേ അവിടെയൊക്കെ നമ്മുടെ ബ്രിഡ്ജ് ഒലിച്ചു പോയില്ലേ പലതും, അതൊക്കെ പെട്ടെന്ന് ശരിയാക്കി. ഇലക്ട്രിക് പോസ്റ്റ് വെള്ളത്തിൽ വീണത് അത് ഒളിച്ചു പോയി. പക്ഷെ അവരെല്ലാം പെട്ടെന്ന് ശരിയാക്കി തിരിച്ചോളൂ. ഒന്ന് ആലോചിച്ചു, ലൈറ്റ് ഇല്ലെങ്കിൽ എന്താ സ്ഥിതി ഈ വെള്ളപ്പൊക്ക സമയത്ത്? എത്രയോ ദിവസം വെള്ളത്തിന്റെ ഉള്ളിലായിരുന്നല്ലോ നമ്മുടെ സ്റ്റേറ്റ്, എല്ലായിടത്തും ത്രൂ ഓൾ ദ ഡിസ്ട്രിക്ട് അല്ലേ. അന്ന് KSEB റോൾ പ്ലേ ചെയ്ത് എന്താണ് അറിയും. അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവും, പണ്ടത്തെ മാതിരില്ല. അപ്പൊ നോക്കൂ, ഞാൻ കസ്റ്റമർ സർവീസ് പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലോജിസ്റ്റിക് നമ്മളെ സപ്ലൈ ചെയ്തത് നമ്മൾ രണ്ടാമതും അതേമാതിരി റീയൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ബിസിനസ് പ്രോസസ് പ്ലാനിങ് വേണം. കണ്ടിൻജൻസി പ്ലാൻ, മറ്റുള്ളത് പ്ലാനിങ് പ്രൈമറി തിങ് ആണ് കേട്ടോ. എല്ലാ കാര്യത്തിനും പ്ലാനിങ് വേണം, മനസ്സിലായോ? എല്ലാ കാര്യത്തിലും എന്ത് വീട് വെക്കാൻ പ്ലാനിങ് വേണ്ടേ, പഞ്ചായത്ത് അപ്രൂവ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അപ്രൂവ് ചെയ്യണ്ടേ, മെറ്റീരിയൽ വേണ്ടേ, ടോട്ടൽ ഇത് വേണ്ടേ, എല്ലാ വാട്ടർ വേണ്ടേ, ഗീറ്റർ വേണ്ടേ, എല്ലാം വേണ്ടേ. അതന്നെ പ്ലാനിങ്. വർക്കർ വേണ്ടേ. പിന്നെ കണ്ടിൻജൻസി പ്ലാൻ, എമർജൻസി പ്ലാൻ, അവിടെയാണ് നമ്മൾ ലേക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാറിയാ, സംഭവിക്കട്ടെ എന്നിട്ട് നോക്കാന്ന് വിചാരിക്കും അല്ലേ. നിങ്ങൾ ആലോചിക്കും, തീ പിടിച്ച പണ്ട് ഇപ്പൊ അല്ല കേട്ടോ, ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് പറയാണ്, പണ്ട് നമ്മൾ ഫയർ എഞ്ചിനെ വിളിച്ചു വിചാരിക്കുക. പണ്ടത്തെ കാര്യം പറഞ്ഞത്, ഇപ്പോഴത്തെ അല്ലേ. ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഈ കണ്ടിൻജൻസി പണ്ട് നമ്മൾ വിളിച്ച, സാറേ എന്താ പറ്റി, എവിടെ, അങ്ങനെ, അവിടെയാണ്, ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, ഞങ്ങളുടെ എഞ്ചിൻ ഒന്ന് തിരിച്ചു വരട്ടെ, പോരെ. അത് കഴിഞ്ഞിട്ട് പറയാ, ഇല്ലേ ഞങ്ങൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം ഉള്ളിടത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതൊന്ന് പൈപ്പ് ഒന്ന് നിറക്കട്ടെ, പോരെ. ഈ വെള്ളം നിറച്ചിട്ട് വരുമ്പോഴേക്ക് ഇത്ര വണ്ടി ഓടിച്ച് വരുമ്പോൾ ഈ കത്തേണ്ടത് മുഴുവൻ കത്തിപ്പോവും. അപ്പൊ അതേമാതിരി ഇന്നലെ ഉണ്ടായി, ഇന്നലെ പിന്നാന്നിട്ട് മൂവാറ്റുപുഴ പെരുമ്പാവൂര് എല്ലാ പ്ലൈവുഡ് ഫാക്ടറി മുഴുവൻ കത്തിച്ചു. കാരണം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഫയർ എഞ്ചിൻ അവിടെ പോകാൻ പറ്റില്ല, റൂറൽ ഏരിയയാണ്, ഗ്രൗണ്ട്, അവിടെ റോഡില്ല, നേരോ ഇതാണ്, അപ്പൊ അവിടെ എത്തേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാലം ഒലിച്ചുപോയി, ജനങ്ങളെ എങ്ങനെ രക്ഷിക്കുക? ഹെലികോപ്റ്റർ വേണോ, മറ്റേത് വേണോ, ഇതൊക്കെയാണ് കണ്ടിൻജൻസി പ്ലാന് നമുക്ക് വേണം. എന്താ വെച്ചാൽ എല്ലാ കാര്യം എനിത്തിങ് ക്യാൻ ഹാപ്പൻ. സോ ഹൗ ടു മിറ്റിഗേറ്റ് സച്ച് ഇഷ്യൂസ് ബിസിനസ്സിലും സംഭവിക്കും. പെട്ടെന്ന് നോക്കൂ, ഗൂഗിൾ ഇത് നോക്കോളൂ, ഓരോരോ കമ്പനികളിട്ട് സാക്ക് ചെയ്യുന്നത് ഓരോ നോക്കൂ, ബിസിനസ്സിൽ വരുന്നില്ലത്.
ചിലപ്പോൾ കണ്ടിൻജൻസി പ്ലാൻ, കാരണം എന്താ വെച്ചാൽ അവർക്ക് നിക്കക്കള്ളില്ലാതെ വരും ചില സമയത്ത്. പ്രൊഡക്റ്റ് സെയിലില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് അൺഅവൈലബിലിറ്റി ഓഫ് ദ ട്രാൻസ്പോർട്ട്, ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ബുക്ക് ചെയ്യണം, ചിലപ്പോൾ കിട്ടില്ല. ഗൂഡ്സ് ട്രെയിന് നിങ്ങൾക്ക് വേഗം കിട്ടും, പെട്ടെന്ന് ബുക്ക് ചെയ്യണ്ടേ. ഫ്രൈറ്റ് റിലേറ്റഡ് മാറ്റേഴ്സ്, ഫ്രൈറ്റ് അതിന് റിലേറ്റഡ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ, അത് അവൈലബിലിറ്റി വേണം. പിന്നെ ഇനി ഇന്റേണൽ ഇഷ്യൂ, കമ്പനിയുടെ ഉള്ളിൽ സ്മൂത്ത് ഇത് വേണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇതാ നിങ്ങളിപ്പോ സാധനം അഫ്ഗാനിസ്ഥാനിൽ പല സാധനങ്ങളും നമ്മുടെ സാധനങ്ങൾ പെട്ടെന്ന് അയക്കാൻ പറ്റുമോ? ഇപ്പോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള റിലേഷൻ, ആക്ച്വലി ഇന്ത്യക്ക് നല്ല റിലേഷൻ ആൾമോസ്റ്റ് അല്ലേ, പക്ഷെ നമ്മൾ മറ്റുള്ള പാകിസ്ഥാൻ, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് നേരെ പാകിസ്ഥാനിന്റെ മീതെ പ്ലെയിൻ ഓടിക്കാൻ പറ്റുമോ? നോ ഫ്ലൈ, അവിടെ ഓടിക്കാൻ പറ്റില്ല, അവരുടെ പെർമിഷൻ ഇല്ലാണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലെ സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ടെറിട്ടറി കൂടെ ഓടിക്കാൻ പറ്റുമോ? അത് പ്ലെയിൻ പറക്കാൻ പറ്റുമോ? അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ചിലപ്പോൾ നോക്കണം. ചില യുക്രൈനിലേക്ക് പോകാൻ പറ്റുമോ? റഷ്യ, മറ്റുള്ള പ്രശ്നങ്ങൾ, അപ്പൊ ഇന്റർനാഷണൽ പല പ്രശ്നങ്ങളും നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ ഇംപ്രൂവിങ് ബിസിനസ് പ്രോസസ്സസ്, ഓഫറിങ് സെഗ്മെന്റഡ് ആൻഡ് പേഴ്സണലൈസ്ഡ് സർവീസ് മെട്രിക്സ്, ഇതിന്റെ അളവ് ആണത്. പിന്നെ ഇംപ്രൂവിങ് സപ്ലൈ ചെയിൻ ട്രാൻസ്പെറൻസി, വളരെ സത്യസന്ധതയോടുകൂടി നമുക്ക് വളരെ അക്യൂറസിയോടുകൂടി കമ്പനിക്ക് ബെനിഫിറ്റ് കൂടുന്ന വിധത്തിൽ ടു ഹാവ് ആക്യുറേറ്റ് ആൻഡ് ഓൺ ടൈം ഡെലിവറി ടൈമിനായിരിക്കണം. ലോജിസ്റ്റിക് കമ്പനികൾ നമ്മൾ കണ്ടുപിടിക്കണം, ട്രാൻസ്പെറൻസി വേണം. പിന്നെ ടേക്കിംഗ് ഷിപ്മെന്റ് ടു എൻഷുവർ ദേ ആർ ഫോളോയിങ് ദ, പിന്നെ ഷിപ്പിൽ പോകുമ്പോഴേ അവർ റൂട്ട് പ്രോപ്പർ ആണോ, വളഞ്ഞിട്ടാണോ, ഷെഡ്യൂൾ അഡ്യർ ചെയ്യുന്നുണ്ടോ, ഡിസ്റപ്ഷൻ ഉണ്ടോ, അതോ വല്ല സോമാലിയയിലേക്കോ മറ്റേ നൈജീരിയയിലേക്കോ നമ്മുടെ ഇത് ഷിപ്പ് പോയോ എന്നൊക്കെ നോക്കണം. അപ്പൊ ഫോളോ അപ്പ് ആക്ഷൻ ഈസ് വെരി വെരി എസെൻഷ്യൽ. നോട്ടിഫിക്കേഷൻ, അലേർട്ട്, പ്രോംപ്റ്റ് ആക്ഷൻ എല്ലാം വേണം. ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു വെച്ചാൽ ഉടനടി വല്ല എംബസിയോ ഫോറിൻ എംബസിയോ വേറെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി നേവി ഇതിനൊക്കെ അറിയിക്കണം. കസ്റ്റമേഴ്സ് നീഡ് ടു ഗെറ്റ് അപ്ഡേറ്റ്. പിന്നെ നിങ്ങളൊരു സപ്ലൈ ചെയ്യണമ്പോൾ ഉടനടി കസ്റ്റമറെ അറിയിക്കണം, ഈ സാധനം പ്രിപ്പറേറ്ററിന്റെ ഇന്ന സ്ഥലത്ത് എത്തി, ഇന്ന ദിവസം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മനസ്സിലായില്ലേ? നെയിംലി ഷിപ്പിംഗ് നോട്ടിഫിക്കേഷൻ, എക്സ്പെക്ടഡ് ടൈം ഓഫ് ഡെലിവറി, ഇതാ പറഞ്ഞില്ലേ, ഷിപ്മെന്റിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സൈറ്റിൽ കാണാപ്പോ. നിങ്ങളൊരു കൊറിയർ അയച്ച സൈറ്റിൽ കാണാലോ, നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ. അതന്നെ സംഭവം. വെബ് പോർട്ടലിൽ കാണാലോ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് വെബ് പോർട്ടലിൽ കാണാലോ. നിങ്ങളുടെ ഐഡന്റിറ്റി ഇത് ആധാർ കാർഡ്, ആ നമ്പർ അടിച്ച് വരുമല്ലോ. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്റെ പാൻ കാർഡാണ്. പാൻ കാർഡ് അടിച്ചാൽ ഇഗ്നുവിന്റെ എന്റെയാണ് പാസ്വേഡാണ് എന്റെ പിൻകോഡ്. കാര്യം മനസ്സിലായ? ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഒരു അക്കാഡമിക് കൗൺസിൽ എന്നുള്ളത് എന്റെ പാസ്വേഡ് എന്റെ പാൻ കാർഡ് നമ്പറാണ്. നമ്മുടെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, ഉത്തരവാദിത്വം കൊടുക്കുക, ജോബ് ഓരോരുത്തർ ചെയ്യാനുള്ള ജോലി ഇത് കൊടുക്കുക, ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് അത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, നല്ല ശമ്പളം കൊടുക്കുക, ടൈമിൽ കൊടുക്കുക, ആണിനും പെണ്ണിനും ഒരേ ശമ്പളം കൊടുക്കുക, ലൊക്കേഷൻ അതേമാതിരി, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഒറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ്, ഡൗൺവേർഡ്, ലാറ്ററൽ എല്ലാം പ്രോപ്പർ ആയിരിക്കണം. അങ്ങനെ ലോജിസ്റ്റിക് മാനേജർ വിത്ത് ഇമ്പിക്കുക. അങ്ങനെ ഇന്റർപേഴ്സണൽ റിലേഷൻ വളരെ നല്ലതായിരിക്കണം. വർക്കേഴ്സ് ആയിട്ട് എവിടെ മേപ്പെട്ടും കീപ്പെട്ടും ഇങ്ങനെ റിലേഷൻ വളരെ നല്ലതായിരിക്കണം. പിന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ചില കാര്യങ്ങൾ ഇപ്പൊ ലിഫ്റ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, അത് ഉപയോഗിക്കാൻ മാനുവലായിട്ട് പറ്റില്ല. പിന്നെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഉണ്ട്, അഡ്വാൻസ് പാക്കേജിങ് ഉണ്ട്, ലേബിളിംഗ് പാക്കേജ്, ലേബിൾ മിൽമ പൗഡർ, മിൽമ പാല് ലേബിളിംഗ് ഉണ്ട്, പാക്കേജിങ് ഉണ്ട്, അതിങ്ങനെ ഓട്ടോമാറ്റിക് വരും മെഷീനിൽ അല്ലേ. ന്യൂസ് പേപ്പർ ഓട്ടോമാറ്റിക് ഇങ്ങനെ വരും, അതിന്റെ ഓരോന്നും ഇങ്ങനെ ലേബിളും അതും ഇതൊക്കെ പ്രോപ്പറായിട്ട് വരില്ലേ. അതിന് പിന്നെ ഷിപ്മെന്റ് ട്രാക്കിംഗ്, അത് പറഞ്ഞാലോ, ആൾറെഡി ഷിപ്പ് എവിടെയാണ്, ഏത് പോർട്ടലാണെന്ന് അറിയാം, ഡാറ്റ അനലൈസ്, ഓരോ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. യൂസ് ഓഫ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോണമസ് മെഷീനറി, പുതിയത് റോബോട്ടിക്സ് ടു ഹെൽപ്പ് ഡ്രാസ്റ്റിക്കലി കട്ട് ഡൗൺ ദ ടൈം ടേക്കൺ ഫോർ ഓർഡർ കംപ്ലീഷൻ ഡെലിവറി. റോബോട്ടിക്സ്. അടുത്ത ഇന്റർനെറ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. So the best fleet management system connect with the specialized sensors built into new generation trucks. സോഫ്റ്റ്വെയർ വളരെ വിസിബിൾ, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പലതും കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇഗ്നുവിന്റെ സൈറ്റിൽ പോയി അങ്ങനെ കിട്ടുന്നില്ലേ, സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം കംപ്ലീറ്റ് വിസിബിലിറ്റി, അതേമാതിരിയുള്ള ഈ ട്രക്കിന്റെ ഷിപ്മെന്റ് ഒക്കെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ക്ലോസ്ഡ് കമ്പ്യൂട്ടിംഗ് എനേബിൾസ് മെനി ഓഫ് ദ അബവ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ റിലേറ്റീവ്ലി. സോഫ്റ്റ്വെയർ നമുക്കിപ്പോ ഇമെയിൽ അയക്കുന്നത് 10 പൈസ ചെലവില്ലല്ലോ. മറ്റേതൊക്കെ കത്തൊക്കെ അയക്കണം ചില സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട്,
എത്ര സമയം പിടിക്കും? ഹവർ പക്ഷേ ഇത് കോപ്പറേറ്റ് ചെയ്യാൻ ട്രെയിൻഡ് മാൻ പവർ വേണം. ഒരു ബുൾഡോസറോ മറ്റേ വേറെ എന്തെങ്കിലും JCB ഓപ്പറേറ്റ് ചെയ്യാൻ സ്കിൽഡ് മാൻ പവർ വേണ്ടേ? അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുത്തോളണം. അഡോപ്റ്റിംഗ് ടെക്നോളജി, ഓട്ടോമേഷൻ, പുതിയ പുതിയ ഇത് നമ്മൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യും. ചില ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ടായിരിക്കും. അത് ഉപയോഗിക്കുക. ബിസിനസ് പ്രോസസ്സ്, അതേമാതിരി സോഫ്റ്റ്വെയർ, ഇതൊക്കെ തന്നെ പറഞ്ഞത്. ഡീറ്റെയിൽസ് എംപ്ലോയി, പിന്നെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വേണം. ഓരോരോ എംപ്ലോയീസിന്റെ ഡേറ്റ് ഓഫ് നെയിം, സർനെയിം ആവശ്യമാണ് കേട്ടോ. ഒരേ പേരിൽ പലരും ഉണ്ടായിരിക്കും. സർനെയിമിലാണ് അറിയപ്പെടുന്നത്. സർനെയിം, അതേ പ്രകാരം അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അല്ലെങ്കിൽ വേറെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഇത് ഡിസിഗ്നേഷൻ, പേ സ്ട്രക്ചർ, അതെല്ലാം അത്യാവശ്യമാണ്. ഡേറ്റ് ഓഫ് ജോയിനിങ്, ഇതൊക്കെ. അപ്പൊ അതൊക്കെ എംപ്ലോയീസിന് അത് മുഴുവൻ. പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൾ ദീസ് തിങ്സ്. ഓക്കെ. പിന്നെ ഡിജിറ്റൽ ഡ്രോൺ അറിയാലോ നിങ്ങൾക്ക്. റോബോട്ടിക്സ് പറഞ്ഞു. ക്ലൗഡ് ഇന്റിഗ്രേഷൻ, ഇതൊക്കെ പുതിയ പുതിയ ടെക്നോളജിയാണ്. ഓട്ടോണമസ് ട്രാക്കിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, 3D പ്രിന്റിങ്, റെഗുലേറ്ററി, അതായത് ബ്ലോക്ക്, റെഗുലേറ്ററി കംപ്ലയൻസ്, ഗവൺമെന്റ് റെഗുലേഷൻസ്, അതായത് ഇതൊക്കെ പുതിയ ടെക്നോളജിയാണ് കേട്ടോ. അതൊക്കെ ഓരോന്ന് ഉപയോഗിക്കാന്ന് പറയാം. ഗവൺമെന്റ് റെഗുലേഷൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പല പല റെഗുലേഷൻ ഞാൻ പറഞ്ഞു. പല ആക്ടുകളുണ്ട്. വെയിറ്റ്, മറ്റേ മോട്ടോർ വെഹിക്കിൾ ആക്ട്, ലേബർ ആക്ട്, അതേമാതിരി പല 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 ആക്ട് ഉണ്ട്. അതൊക്കെ നമ്മൾ എൻവയോൺമെന്റൽ ആക്ട്, ഇതൊക്കെ നമ്മൾ നോക്കുക. അവയർനെസ് കംപ്ലൈ വിത്ത് റെഗുലേഷൻ. ഓക്കെ. പിന്നെ ഇഷ്യൂസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യണം. കമ്പനി നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ്സ് ഇത് കൺട്രോൾ ചെയ്യണം. പിന്നെ ചൂസിങ് തേർഡ് പാർട്ടി ലോജിക്, മറ്റുള്ളവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. ദർ ഇസ് എ കൺസിഡറബിൾ ഫോക്കസ് ഓഫ് റെഡ്യൂസിങ് എമിഷൻ. പാടില്ല. കമ്പനീസ് ക്യാൻ കംപ്ലൈ ബൈ അഡോപ്റ്റിംഗ് റൂട്ട്, ചെറിയ ഷോർട്ടസ്റ്റ് റൂട്ട്, ലോഡ് ഓപ്റ്റിമൈസേഷൻ, ട്രക്കില് ലോഡ് കമ്മിയാക്കണം. പിന്നെ എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെന്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി is assuming important globally, and those within the supply chain are no different. More and more shippers embracing sustainability programs and carriers and attract shippers are becoming more and more flexible. ഇപ്പൊ ഷിപ്പൊക്കെ കുറെ ഷിപ്പ് ഉണ്ട്, പലതും മെറൈൻ, പ്രൈവറ്റ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. വളരെ നല്ല വിധത്തിൽ നടക്കുന്നു. അടുത്ത് the conclusion. The aim of effective logistic management is to improve the efficiency of the operation, ensuring customer satisfaction. Efficiency വേണം, customer satisfaction വേണം, increase productivity അപ്പോഴേ increase ചെയ്യാൻ പറ്റൂ. പ്രോസസ്സിലെ മാക്സിമം ഓപ്റ്റിമൈസേഷൻ വേണം. പിന്നെ ഗൂഡ്സ് ഒറിജിൻ, മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്, ടൈംലി സപ്ലൈ, ബെറ്റർ കൺട്രോള്, സത്യസന്ധത, കോൺഫിഡൻഷ്യാലിറ്റി, ഇതൊക്കെ വേണം. എൻഷുവർ റിയൽ ടൈമിലെ കറക്റ്റ് ഓൺ ടൈമിന് കൊടുക്കണം. ട്രാക്കിങ്ങിന് വേണം, എഫിഷ്യൻസി വേണം, ടൈംലി ഡെലിവറി വേണം, anticipate problems, ഇതൊക്കെ. And there are endless benefit of working with the logistics supplier provided company which uses the best quality software. അത്യാവശ്യമാണ്. ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഷുഡ് cater to the changing customer need. ആ കസ്റ്റമറുടെ ഓരോ നീഡ് ഇൻക്രീസ് ചെയ്തു വരികയാണ്. A software solution for better managing logistics should increase transparency of operation, customer satisfaction, reducing invoice time, unnecessary paperwork പാടില്ല, improve cost efficiencies and real-time tracking, customized report ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ബ്ലോക്ക് ചെയിൻ becomes a vital part of logistic management. Now, ഇതാണ് ഇതിലത്തെ പറയാനുള്ള ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ പല വിധത്തിലുള്ള ഇമ്പോർട്ടൻസ്. അപ്പോ ഇത് 13ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. 13ാമത്തെ യൂണിറ്റ്. സോ ദസ് വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് BPAS നമ്മുടെ 184 logistic management. Now I request that you should read the book properly, because 8 hours allotted to me, I have completed the entire book actually. That was the as per the norms actually laid down by IGNOU. Thank you very much for your cooperation. Wish you all the best.